الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين. صدق الله العلي العظيم. أحب الناس إلى الله أنفعهم للناس. صدق رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجلوه، يا نعمة الله إني مفلس عالي، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن ماني من شد الحياة ومن شد الممات ومن إحراق جثمانه. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اعلموا أمة سيدنا محمد، اللهم صل وسلم وبارك عليه. സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരും കിടന്നിട്ടുള്ള മൂടടുക്കത്തെ പവിത്രമേറിയ ദർബാറിലാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സംഗമം അല്ലാഹു അടുക്കുള്ള വസീലയായി ഞങ്ങളെ തൊട്ട് അല്ലാഹു കബൂലാക്കട്ടെ. ഇതൊക്കെ പ്രവർത്തിച്ച് സഹകരിച്ച് സഹായിച്ച് എല്ലാ മുഅ്മിനാത്തുകളും ദീനും ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ വിജയങ്ങളും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വലിയ പണ്ഡിതന്മാർ, പ്രവർത്തകന്മാർ, പ്രവർത്തിക്കൂടെ പഠിപ്പാട്ടിക്കൊടുക്കൂടെ നല്ലൊരു സ്ഥാപനമാണ് ഞങ്ങൾ അൽ മദീനത്തുൽ മുനവ്വറ. ഇതൊക്കെ വേനായി പ്രവർത്തിച്ചുകൊണ്ടുള്ള ഓടി നടന്നുകൊണ്ടുള്ള ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അഷ്റഫ് സഖാഫി ഉസ്താദും ഇൽമുടെ വിഷയത്തിൽ വലിയ പ്രവർത്തനങ്ങൾ ദീർഘകാലമായി നടത്തിക്കൊണ്ടുള്ള സലാഹുദ്ദീൻ സഖാഫി ഉസ്താദും ഞങ്ങളെ കൂടെ അങ്ങു ധൈര്യമായിട്ടും പ്രോത്സാഹവുമായിട്ടും ശക്തി പകർന്നുകൊണ്ടുള്ള ഈ റായത്തെ ഉമറാഅങ്ങ സ്വാലിഹീങ്ങ മുഅ്മിനീങ്ങ മുഅ്മിനാത്തിന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഈ റായത്ത് അല്ലാഹു തന്ന ഈ നിഅമത്ത് അല്ലാഹു യൗമുൽ ഖിയാമത്തോട് ദായിമാക്കി തരട്ടെ. സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്നതും കൊണ്ടാടുന്നതും അങ്ങനെ ഉറൂസുങ്ങ നടത്തുന്നതുമെല്ലാം ഉദ്ദേശം ഒന്നാണ്. ഞങ്ങളെ ഈമാൻ പതറാണ്ട
എവിടെയും ഐക്ക് ചാഞ്ചല്യങ്ങ വരാണ്ട് ഭദ്രമായി രക്ഷപ്പെടുത്തുകയും സൂക്ഷിക്കുകയുമാണ് ഈ കാര്യക്രമമെല്ലാം ഞങ്ങൾ നടത്തുന്നത്. പരിശുദ്ധമായ ഖുർആൻ അതുമായി ബന്ധപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴിഞ്ഞകാല മഹാന്മാരെ നബിയെ നിങ്ങുകുന്നങ്ങ ചൊന്നുതണ്ട. ആ ചൊന്നുതണ്ടതിന്റെ ഉദ്ദേശം കുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക. തങ്ങളെ മനസ്സൊന്ന് ഗട്ടിയാക്കിടതും പരിശുദ്ധമായ ഇസ്ലാം ഈമാൻ ഇത് ശക്തമായി ആൽമാരമൊന്നൊരു തുറന്നു ചൊല്ലകു പ്രേരേപിക്കിടതും അതുക്കുള്ള ധൈര്യം തണ്ടതും കൂടിയാണ് കഴിഞ്ഞുപോയ മഹാന്മാരായ മുർസലീങ്ങളെ നബിയെ നിയോഗനങ്ങ ചൊന്നുതണ്ട്. അതുകൊണ്ട് ആ പ്രവർത്തനം യൗമുൽ ഖിയാമത്തോട് നിലനിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തായിട്ടുള്ള ഞങ്ങളെ മനസ്സുകൊരു സമാധാനവും മനസ്സുകൊരു സന്തോഷവും മനസ്സുകൊരു ദൃഢതയും കിട്ടകൂ സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുസ്മരണവും അത് വലിയ നിരക്ക് നമുക്ക് സഹകരിച്ചു തന്നു. കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരും സ്വാലിഹീങ്ങും അങ്ങെല്ലാവരും സ്വാലിഹീങ്ങായി തീർന്നത് ചില വിഷയങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകമായി പരിഗണിച്ചതുകൊണ്ടാണ്. നങ്ങിന്റെ മൂടെടുക്ക ഉറൂസുക പറയുമ്പോ വെറും ഒരു സിയാറത്ത് മാത്രം ഉദ്ദേശിക്കാണ്ട് ആ കിടന്ന മഹാന്മാർ അങ്ങ് ഏത് റൂട്ട് സ്വീകരിച്ചിട്ടാണോ ആ വലിയൊരു സ്ഥാനത്തേക്ക് എത്തിപ്പെട്ട് ആ റൂട്ടിൽ ഞങ്ങൾക്കും കടക്കുള്ള പ്രയത്നം നടത്തുന്ന ഒരു ബോധവും ഒരു പ്രതിജ്ഞയും ഏത് ഉറൂസുക പോകുമ്പം ഏത് സിയാറത്തങ്ങം നടത്തുമ്പം ഞങ്ങളുടെ മനസ്സിൽ സ്വാലിഹീങ്ങളുമായിട്ടുള്ള സമ്പർക്കങ്ങ കൂടുമ്പോഴാണ് അതുപോലെയുള്ള ഓർമ്മങ്ങ അള്ളാഹു ഞങ്ങളെ മനസ്സിൽ ഏറെ. അത് ഏത് വിഷയവും അങ്ങനെ ഒരു ഗ്യാരേജുമായി ബന്ധപ്പെട്ടിട്ട് പണിയെടുക്കുമ്പോ അവിടെ നിരന്തരമായി പോയോണ്ടിക്കിട ആള്, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്റെ കൂടെ പോയോണ്ടിക്കിട ആള്, അല്ലെങ്കിൽ പൈൻ്റടിക്കിടോന്റെ കൂടെ പോയോണ്ടിക്കിട ആള്, അല്ലെങ്കിൽ എഞ്ചിനീയറുടെ കൂടെ പോയോണ്ടിക്കിട ആള്, അല്ലെങ്കിൽ ഡോക്ടറുടെ കൂടെ നിൽക്കിട ആള്, സഹജമായി വർഷങ്ങൾ കൂടുമ്പോ അയാളും ഡോക്ടറുടെ ചില വിദ്യാഭ്യാസങ്ങൾ പഠിക്കുക തുടങ്ങും. അല്ലെങ്കിൽ അനുഭവത്തിൽ അയാൾക്ക് അത് കിട്ടിയിട്ടിടും. എഞ്ചിനീയറുടെ കൂടെ കൂടിയ ആളുകളും മാപ്പിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തെ ബോധവും അറിവും കിട്ടിയിട്ടില്ല. പൈൻ്റടിക്കറോന്റെ കൂടെ കൂടിയെങ്കിൽ പൈൻ്റടിക്കടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതര ബഗിയുള്ളൊരു അനുഭവം, അതര ബഗിയുള്ളൊരു ജ്ഞാനം കിട്ടിയിട്ടില്ല. അതേപോലെ ഇലക്ട്രീഷ്യന്റെ കൂടെ കൂടുമ്പോ എവിടെയാണ് വയറിടനായതും എവിടെയാണ് സിംഗിളും ഡബലും ത്രിബലും ഫേസിംഗ് ഇടനായിട്ടുള്ള ബോധം ആൽമാർക്ക് കിട്ടും. ഈ ലോകത്ത് ഓരോ സെക്ഷന്റെ ആൽമാരുമായി കൂടുമ്പോ അതതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും അതതുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളും നമുക്കറിയാൻ തന്നെ ഞങ്ങളെ തടിയിൽ അല്ലാഹു തആല ഇട്ടതുണ്ട്. അതേ ടൈമിൽ സ്വാലിഹീങ്ങളുമായി ബന്ധം വെക്കുമ്പോ ആ ബന്ധം ദീർഘമായ ബന്ധമായി പോയിട്ടുണ്ട് കണ്ടെങ്കിൽ ക്രമേണം അങ്ങ് കടന്ന് തെറുകു അല്ലാഹു ഞങ്ങളെയും കടത്തുക. അതുകൊണ്ടാണ് കഴിഞ്ഞുപോയ മഹാന്മാരെല്ലാവരും ഞങ്ങളുടെ ജീവിത ചരിത്രം എടുത്തു നോക്കുമ്പോ അങ്ങെല്ലാവരും സ്വീകരിച്ചൊരു തെരുവിൻ സഫർ പോണ്ട ചൊല്ലൊരു തെരുവാണ്. എല്ലാ കാലവും മുസാഫിറായിട്ടാണ് കഴിഞ്ഞകാല ഔലിയാക്കന്മാരുടെ ജീവിച്ചത്. മൂടടുക്ക മക്കാമിൽ കിടന്നുറങ്ങിയിട്ടുള്ള മഹാൻ അയാളുടെ ചരിത്രത്തിലും വലിയൊരു സഫർ അയാൾക്ക് ചൊല്ലുകയും. അതുപോലെ ലോകം കണ്ട് സകല മഹാന്മാർ റസൂലുള്ളാഹി അടക്കമുള്ള
ഇന്ത്യത്തെ കാലത്തും സുൽത്താനായിട്ടുള്ള സുൽത്താനുൽ ഹിന്ദ് അടക്കമുള്ള ലോകം കണ്ട് ഇണ്ട് ആധികാരികമായ സിയാറത്താക്കപ്പെട്ട് ഉള്ളാലമടക്കം കാജൂറടക്കമുള്ള എല്ലാ മഖാമുൽ കിടന്ന മഹാന്മാർ ഞങ്ങളുടെ ജീവിതത്തെ പുരുഷായുഷ്യം അങ്ങ് തീർത്തത് സഫറിലാണ്. എന്തൊക്കെ സഫറാക്കിയാറുണ്ട് കേട്ടെങ്കിൽ ഓരോ റായത്തും എത്തിപ്പെടുമ്പോ ആ റായത്തിൽ വലിയ വലിയ മഹാന്മാരെ കണ്ടുമുട്ടുക പണ്ട് കാലത്ത് സാധിച്ചു. അങ്ങനെ സ്വാലിഹീങ്ങളുമായി സമ്പർക്കങ്ങൾ കൂടുമ്പോ ആധ്യാത്മികമായിട്ടുള്ള അനുഭൂതിയും അങ്ങളെ ഭാഗത്തിൽ കിട്ടേ അള്ളാഹുടെ മാരിഫത്തും അവങ്കത് ലഭ്യമാക്കുക സാധിച്ചു. അതുകൊണ്ടാണ് മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പണ്ട് കാലത്ത് അൽ മദ്രസത്തുൻ നിസാമിയ ചൊല്ലെ ഇസ്ലാമിക ലോകം കണ്ട യൂണിവേഴ്സിറ്റിയിൽ ഒരു യൂണിവേഴ്സിറ്റിയായ അൽ മദ്രസത്തുൻ നിസാമിയയുടെ ചാൻസലറായി 24-ാം വർഷത്തിൽ മഹാന്റെ സെലക്ട് ആക്കിയപ്പോ ആ മഹാൻ വെറും 5 വർഷം കൊണ്ട് ആ വലിയ ഹുദ്ദക്ക് രാജനാമം വെച്ചിട്ട് 29-ാമത്തെ വർഷത്തിൽ യാത്ര പോകു തുടങ്ങി. 55 വർഷത്തോളം ആ മഹാൻ യാത്രയിലായി ജീവിതം കളയിടും. ഈ യാത്രയിടക്ക് ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ടുണ്ട് കേട്ടെങ്കിൽ ആ യാത്രയിടക്കാണ് മഹാൻ 400ഓളം കിതാബുകൾ എഴുതുന്നത്. ആ മഹാനക്ക് ജീവിതത്തിൽ ആഖിറം രക്ഷപ്പെടുകൂ ഒറ്റൊരു കിതാബുമായി ഇഹ്യാ ഉലൂമുദ്ദീൻ ചൊല്ലിയ കിതാബ്. ആ കിതാബ് ഉണ്ട്. എത്രമാ ആൽമാരെ വിലായത്തിലെ തെറുക്കത്ത് പാട്ടിയ, എത്രമാ ആൽമാരെ സ്വലാഹിയത്തുകത്ത് പാട്ടിയ, എത്രമാ ആൽമാരെ പടച്ചറബുടെ മുട്ടത്തുകത്ത് പാട്ടിയ കിതാബാണ് ഇഹ്യാ. ആ ഇഹ്യാ കിതാബെല്ലാം മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു എഴുതിയെടുക്കുന്നത് 400ഓളം കിതാബ് എഴുതിയെടുക്കുന്നത് ഈ സഫറിലാണ്. ആ മഹാന്റെ സഫർ എല്ലാം മുട്ടിട്ട് എന്തികായിട്ടുണ്ട് കേട്ടെങ്കിൽ ഒരു ശിഷ്യൻ അയാളുടെ ഒട്ടിക്ക് കേൾക്കട ഉസ്താദെ, വലിയൊരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാവുള്ള അവകാശം കിട്ടിയിട്ട് പോലും എന്തുകൊണ്ട് 1000 കണക്കിന് മുതഅല്ലിമീങ്ങു ദർസെടുക്കട ബദലുക ഈ ഒരവസ്ഥക്ക് നിങ്ങൾ എത്തിപ്പെട്ടാർ. മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു ആ ശിഷ്യയുടെ മുഖവും കണ്ണുമറിച്ച് നോക്കിയിട്ട് ആ ശിഷ്യയുടെ ചൊല്ലുമോനെ, യഥാർത്ഥമായ ജീവിതം അതല്ല ഇത്. കാരണം പണ്ട് അൽ മദ്രസത്തുൻ നിസാമിയയിൽ ചാൻസലറായി നന്റെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ അണ്ട് നന്റെ മനസ്സിലിരുന്നത് പലരുടെയും ആദരവും ഗൗരവവും കൂടിയാണ്. അതിരൊട്ടിಗೆ ആൽമാർ തന്റെ ഹദിയങ്ങ, അതിരൊട്ടിಗೆ ആൽമാർ നന്റെ ബഹുമാനിക്കടത്, രാജാക്കന്മാർ നന്റെ കാണുകേനായി ക്യൂ നിക്കടത്, ഇതെല്ലാം ഇണ്ട് നക്കില്ല. ഇന്റനാണ് മുസാഫിറാണ്. ശരിക്കുള്ള ജീവിതത്തിലാണ് നാനുള്ള, അല്ലാഹുവിന്റെ യാത്രയിലാണ് നാനുള്ള ചെന്നിട്ടു ആ മുതഅല്ലിമിയുടെ കണ്ണു മറച്ചിട്ട് മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഉജ്ബും കിബറും റിയായുടെ ಬಗ್ಗೆ പാഠം പഠിപ്പാട്ടി കൊടുക്കും. ഈ യാത്ര തുടർന്ന് മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇടകാലത്ത് വെച്ചിട്ട് ഒരു ദർസിൽ ഇങ്ങനെ കൂടുമ്പോ ആ ദർസിൽ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ആ ചർച്ച നടക്കുന്ന ഇടയ്ക്ക് ഒരു മുതഅല്ലിം ഉസ്താദ് ഇട്ട് കേൾക്കട, ഉസ്താദെ ഈ മസ്അലയിൽ നിയോഗെന്തരയാണ് ചൊല്ലുകൊള്ള. വലിയൊരു ദീർഘമായ മസ്അലം ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പാണ് ഈ മുതഅല്ലിം ആ ഉസ്താദ് ഇട്ട ഒരു ഭയങ്കരമായ ക്വസ്റ്റൻ കേൾക്കണേ. ആ ക്വസ്റ്റന് ഉസ്താദ് ഉത്തരം കൊടുക്കൂ. ഖാലൽ ഗസാലി, ഈ മസ്അലയുടെ വിഷയത്തിൽ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെന്നു. സുബ്ഹാനല്ലാഹ്, ഏറ്റവും ബാക്കട സഫുലു ആരുകും ഗൊന്തില്ലാണ്ട് ഗസാലി ഇമാം ദച്ചിട്ടുണ്ട്. ആ പള്ളിയുടെ ഇമിഞ്ചിട്ട് മഹാൻ ആരുകും ചൊല്ലാണ്ട് പുറത്തു കൊണ്ടുണ്ടാണ്. ലോകത്ത് ഇത്ര മാത്രം സൂക്ഷ്മമായ ജാഗ്രതയോടെയുള്ള ജീവിതം നയിച്ച മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരാളൊട്ടിಗೆ മാത്രം ഞങ്ങളുടെ സഫറിന്റെ കഥ നിൽക്കില്ല. ബാക്കിയുള്ള സർവ്വ സ്വാലിഹീങ്ങളുടെ ജീവിതം എടുത്തു നോക്കുമ്പോ ഞങ്ങളുടെ ജീവിതം സമ്പൂർണമായി യാത്രയിലായിട്ടുണ്ട്. സുൽത്താനുൽ ഹിന്ദ് ജീവിതം എത്ര യാത്രയാണ് കണ്ട്. ഒരു ഇറാനിൽ ജനിച്ചൊരു മഹാൻ, ആ മഹാൻ പോയ രാഷ്ട്രങ്ങൾ ഏതെല്ലാം. വെറും ഒരു ബോംബെക്ക് എത്തിപ്പെടുമ്പോ സുൽത്താവിടെ നങ്ങ സുബ്ഹാനല്ലാഹ് സുൽത്താനുൽ ഹിന്ദ് യാത്രയൊന്ന് പഠിച്ചു നോക്കും. ബാഗ്ദാദും സുബ്ഹാനല്ലാഹ് ഈജിപ്തും മൊറോക്കോയും അതേപോലെ
അതേപോലെ റഷ്യത്തെ ബുഖാറത്തും മക്കത്തും മദീനത്തും അഫ്ഗാനുകും അതേപോലെ ഇന്ത്യത്തുകുമുള്ള ആ മഹായാത്രങ്ങ ആ സുൽത്താനുൽ ഹിന്ദ് ആ യാത്രകൾ എന്താക്കി തിണ്ടുകണ്ടെങ്കിൽ ദീർഘമായ കാലം ഇൽമങ്ങ പഠിക്കുള്ള സമയം കണ്ടെത്തി. അതുകൊണ്ടാണ് ആ മഹാന്മാർ അത്രയും വലിയ സ്ഥാനത്ത് എത്തിപ്പെട്ടു. സകല സ്വാലിഹീങ്ങളെയും അങ്ങളെ വിലായത്രയും അങ്ങളെ വലിയ വലിയ സ്ഥാനത്തെയും പിന്നാലും കിടക്കിടെ അങ്ങളെ ജീവിതത്തെ ഏറ്റവും വലിയ ഭാഗം പടച്ച റബ്ബുകുബേനായിട്ട് മനസ്സിലാക്കിയാറുള്ളതാണ്. മഹാനായ സൈനുദ്ദീൻ അൽ മഖ്ദൂമി റളിയല്ലാഹു അൻഹു ഒരു മഹാൻ അവിടെ എങ്ങനെയാണ്, ഒരു മനുഷ്യൻ സ്വാലിഹ അവിടെ എങ്ങനെയാണ്, ഒരു മനുഷ്യൻ ഏറ്റവും വലിയ സ്ഥാനത്ത് അല്ലാഹുവിന്റെ മുന്നിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ്, അത് ഉദാഹരണയായി മഹാൻ ശാഫഈ ഇമാമുടെ ഉദാഹരണം ചെന്നിട്ടു. ആ ശാഫഈ ഇമാമും അതുപോലെയുള്ള വലിയ വലിയ മഹാന്മാർ തെരഞ്ഞെടുത്ത തെറുപടി പാട്ടിത്തണ്ട്. അതാണ് അഇമ്മത്തിൻ ശഫീഇ വനഹ്ബിഹി കനൂ അലാ സിദ്ദി ഖിസാലിൻ കുമ്മലാ. ലോകത്ത് ഇൽമുൽ ഫിഖ്ഹും സുബ്ഹാനല്ലാഹ് ഹദീസും ഖുർആനുമായി ബന്ധപ്പെട്ട സകല ഇൽമുകളും അടികല്ലിട്ട മഹാനല്ലേ ഇമാമുന ശാഫഈ. ശാഫഈ ഇമാമുടെ ജീവിതത്തിൽ നേരിട്ട പ്രശ്നം എത്രയാണ്. ഒരു ഭാഗത്ത് അധികാരം വർഗത്തെ പ്രശ്നങ്ങൾ, ഇന്നൊരു ഭാഗത്ത് ആലിമീങ്ങളുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ, ഇന്നൊരു ഭാഗത്ത് തടിയുടെ ഭാഗത്തിലുള്ള പ്രശ്നങ്ങൾ. ഭയത്ര ഭാഗത്തിൽ മാത്രം ശാഫഈ ഇമാമുടെ ജീവിതത്തിൽ 8ഓളം രോഗം കഴിഞ്ഞിട്ടാണ് ഒരു ദർസ് എടുക്കുകയെങ്കില മുതഅല്ലിമീങ്ങായ എല്ലാ മുതഅല്ലിമീങ്ങും എല്ലാ നാളും ആ മഹാന്റെ ചെയറാടില് ഒരു ബക്കറ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കുവാറ്. കാരണം മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ഫൈൽസ് രോഗമാണ്, മൂലവ്യാധിയാണ്. ഇതിന്റെ വല്ലാത്ത നമ്പലവും ഒരു ഭാഗത്തിക്കലോട് കൂടെ ഒരു ദർസ് എടുത്ത് എനിക്കുമ്പോ ആ മഹാന്റെ ചിട്ടിന്ന കുറുസറടിയിലുള്ള ബക്കറ്റില്ലേ, ആ ബക്കറ്റിന്റെ കാൽഭാഗം ചോര കൊണ്ട് നിറഞ്ഞുകൊണ്ടിന്തി. ഇതിനിടക്കാണ് മഹാൻ ഒരു 4-12ഓളം ദർസ് നടത്തരേ. അതിനോട് കൂടെയാണ് കിതാബ് ഇന്തരേ. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു എത്ര യാത്രയാണ് നടത്തിയ മുഅ്മിനീങ്ങളെ. ഇണ്ടനാണ് മഗ്രിബ് നിസ്കരിച്ച, ഇണ്ടനാണ് അസ്ർ നിസ്കരിച്ച, ഇണ്ടനാണ് ളുഹർ നിസ്കരിച്ച. ആ ളുഹറിന്റെ മുന്നിലുള്ള അതേ ഉദൂഅം നടത്തിയ, റവാത്തിബും നിസ്കരിച്ച. എല്ലാ റവാത്തിബും എല്ലാ ഫർദും എല്ലാ ഇബാദത്തും ഉടയുള്ള മുഅ്മിനീങ്ങൾ എടുക്കുമ്പോ, ശാഫഈ മദ്ഹബിലുള്ള മുഅ്മിനീങ്ങൾ എടുക്കുമ്പോ ആ ഇബാദത്തിലെ 1% കൂലി മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു എത്തിയിട്ടുണ്ട്. എന്തേ കാരണം? ഇൽമുകുബേനായി മാത്രം ജീവിച്ച് മരിച്ച മഹാന്മാരാണ്. ഒരു റായത്ത് യാത്ര പോകുമ്പോ പണ്ട് കാലത്ത് ബെൻസ് കാറല്ലല്ലേ, ഓടിയല്ലല്ലേ, പണ്ട് കാലത്ത് കുതിരയുടെ മേലും കത്തയുടെ മേലും തെച്ചിട്ടുള്ള സഫറാണ്. ആ സഫർ പലപ്പോഴും ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുയുടെ തടിയുടെ വല്ലാണ്ട് ക്ഷീണിപ്പിച്ചുകൊണ്ടിരുത്തി. ഒരു റായത്ത് എത്തുമ്പോ മഹാന്റെ ഡ്രസ് ഭാഗവും ചോരൽ മുങ്ങി കുളിച്ചോണ്ടിരുത്തി. കാരണം മഹാനക്ക് തടയുക തീരാത്ത ഫൈൽസാണ്, മൂലവ്യാധിയാണ്. മുഅ്മിനീങ്ങളെ, ആ സർവ സ്വാലിഹീങ്ങളും തിരഞ്ഞെടുത്ത മാർഗമേതാണ്? മഹാന്മാര് പഠിപ്പാടി തന്നില്ലേ? അങ്ങോട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് 6 ഗുണങ്ങൾ എന്തിയതാണത്? സുഹുദുൻ സ്വലാഹുൻ വൽ ഇബാദത്തു ഇൽമുഹും ബിഉലൂമി ഖുബാന ഫിആത്തിൽ ലിൽ മലാ وكذا الفقاهة في مصالح ديننا وإرادة بتفقه رب العلا. 6 കാര്യങ്ങളാണ് ആ മഹാന്മാരുടെ ജീവിതത്തിൽ. ഇന്ന് ഏത് മഹാന്റെയും ജീവിതത്തിൽ ഈ കാര്യം ഇല്ലാണ്ടിക്കുക സാധ്യമല്ല. സകല മഹാന്മാരുടെ ചരിത്രത്തിലും ഈ 6 കാര്യമുണ്ട്. മുഅ്മിനീങ്ങളെ, അതൊരു ബോധം ഞങ്ങളുടെ ഭാഗത്തിൽ വേണുചൊല്ല ഉദ്ദേശത്തിലാണ് ഏറ്റവും പ്രധാനമായി നല്ല നഫ്സുരൊട്ടിക്ക് ഉപദേശിച്ചുകൊണ്ടുള്ളേ. ഒന്നാമത്തതാണ് സുഹുദ്. പടച്ച റബ്ബ് ഈ ദുനിയാവിടെ പടച്ചു തന്നത് ഇവിടെ സുഖിക്കുകയും ആടിക്കളിക്കുകയല്ല,
ഈ ലോകത്തെ പടച്ചിടവൽ മനുഷ്യകുള്ള സെറ്റപ്പിലാണ്. മനുഷ്യരുടെ ജീവിതത്തിൽ എന്തെല്ലാം വേണം, ആ വേണ്ട രൂപത്തിലാണ് ഈ ദുനിയാവിടെ അല്ലാഹു പടച്ചിരേ. അതുകൊണ്ടാണ് എന്റെ വരെ മംഗളഗ്രഹത്തിൽ പോയി ചെയ്ക്കുക മനുഷ്യകു സാധിച്ചിട്ടില്ല. എന്റെ വരെ ചന്ദ്രത്തിൽ പോയി ചെയ്ക്കുക സാധിച്ചിട്ടില്ല. എന്തേ ഇവിടെ ഉള്ളത് പോലെയല്ല മംഗളം, ഇവിടെ ഉള്ളത് പോലെയല്ല ചന്ദ്രൻ. അവിടെയുള്ള തന്നിങ്ങ വ്യത്യാസമുണ്ട്, അവിടെ ഉള്ള കാത്തുക വ്യത്യാസമുണ്ട്, അവിടെ ഉള്ള ക്ലൈമേറ്റ് വ്യത്യാസമുണ്ട്, അവിടെ ഉള്ള ഗ്രാവിറ്റേഷൻ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ദുനിയാവിൽ നിൽക്കുമ്പോ ഞങ്ങൾ ഒരു ഭാഗത്തിൽ ഇങ്ങനെ തെച്ചെങ്കിൽ അവിടെ തെക്കടാ, ഒരു ഭാഗത്തിൽ ഉണ്ടെങ്കിൽ നിൽക്കുക സാധിക്കട്. അതേവേള ചന്ദ്രനല്ല മംഗളത്തിലാ, ഇതുപോലെ തെക്കും നിൽക്കുക സാധ്യമല്ല. അവിടെ ഉള്ള ആ ജാഗമില്ലേ, അതിക്ക് വേണ്ടത്ര ഗുരുത്വാകർഷണ ബലമില്ല. മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിടുള്ള പടച്ചിര മനുഷ്യരുടെ സെറ്റപ്പ് കാണും. മനുഷ്യരുടെ സെറ്റപ്പിലാണ് ഈ ദുനിയാവിടെ ക്ലൈമേറ്റും, ദുനിയാവിടെ അറ്റ്മോസ്ഫിയറും, ദുനിയാവിടെ പ്രകൃതിയും, ദുനിയാവിടെ മൃഗങ്ങളും ജീവജാലങ്ങളും തന്നിങ്ങും എല്ലാം അല്ലാഹു പടച്ചിരേ. ഓ മുഅ്മിനീങ്ങളെ, അതേ ടൈമിൽ ഈ ലോകത്തിൽ കണ്ട സകല മൃഗത്തുകുമുള്ള ലക്ഷ്യമെന്താണ്? മനുഷ്യരുടെ നന്മയാണ്. ഇവിടെ പാമ്പുങ്ങ പടക്കപ്പെട്ടിട്ടിന്നെങ്കിലും ചേലിങ്ങ പടക്കപ്പെട്ടിട്ടിന്നെങ്കിലും പലപ്പോഴും കാണുക പേടിക്കിട പല ജീവികം പടക്കപ്പെട്ടിട്ടിന്നെങ്കിലും അതിലെ എല്ലാത്തെയും പിന്നാലെയുള്ള വല്ലാത്ത ഹിക്മത്ത് മനുഷ്യരുടെ ജീവിതമാണ്. എന്തേ കാരണ? ഇവിടെ ഉള്ള വിഷജീവികയില്ലേ, അതിക്കുമ്പമേ ഞങ്ങളെ ഓക്സിജൻ ബാലൻസ് ആയി പോവൂ. ഇല്ലെങ്കിലാ ഈ ലോകത്തിലുള്ള കാത്തുങ്ങ മലിനമായി പോവൂ, വിഷാനിലങ്ങായി പോവൂ. അല്ലാഹു അതിനെ തൊട്ട് രക്ഷപ്പെടുത്തുകയാണ്. ഞങ്ങ പുട്ര കാർബൺ ഡൈഓക്സൈഡ് ഇല്ലേ, അത് ഒരക്കണക്കിൽ വിഷാനിലമല്ലേ, മനുഷ്യരുടെ തടിക്കാവാത്തതാണത്. അതിരെ ബലിക്കുകയും അതിരെ ശുചിയാക്കുകയും പ്യൂരിഫൈ ആക്കുകയുമാണ്. ഈ ചുറ്റുഭാഗത്തിൽ കാണ്ട മരങ്ങാം, ഈ ചുറ്റുഭാഗത്തിൽ കാണ്ട വിഷജന്തുങ്ങാം, ഇതിരെല്ലാത്തെയും ഉദ്ദേശം മനുഷ്യരുടെ നന്മയാണ്. എങ്കിൽ മനുഷ്യരുടെ മനുഷ്യമാ മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെ പടച്ചരെ അല്ലാഹു അടുക്കുള്ള ലക്ഷ്യത്തുകാണ്. ഉല്ലസിക്കുകല്ല, എന്റർടൈൻമെന്റുകല്ല, ഇവിടെ തെണ്ടുകല്ല, ആരോഗ്യ പടച്ചറപ്പ് വിരോധിക്കുന്നതിൽ പൊടിയാക്കി തീർക്കുകല്ല. ഇവിടെ ഉള്ള ഉദ്ദേശം നിന്റെ ആഖിറം രക്ഷപ്പെടുത്തലാ. ദുനിയാവുമായിട്ടുള്ള മോഹങ്ങ മനുഷ്യക്ക് കുറയണം. അപ്പോഴേ അള്ളാഹുടെ തെരുക്കെത്തിപ്പെടുകൊള്ളെ ചെറിയ സാധ്യത ഒന്നൊലബെക്കുക സാധിക്കടേ. കഴിഞ്ഞുപോയ സകലമാന്മാരും അത് തെരഞ്ഞെടുത്തില്ലേ മുഅ്മിനീങ്ങളെ? ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ ഒരാള് വന്ന് കേട്ടിട്ട്, നബിയേ ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹ്. ഒരമല നക്ക് ചന്ദ്രു നബിയേ, അതിനാണ് മാത്താക്കിയാണ്ട് കണ്ടെങ്കിൽ നന്റെ പടച്ചറപ്പ് നന്റെ ഇഷ്ടപ്പെട്ടു പോവാ. അതിരൊട്ടിയ മനുഷ്യന്മാരും നന്റെ ഇഷ്ടപ്പെട്ടു പോവാറ് നബിയേ. അല്ല ഇഷ്ടപ്പെട്ട അമലൊന്ന് ചന്ദ്രു നബിയേ, അതിരൊട്ടിക നന്റെ കൂടെ ജീവിക്കണ മനുഷ്യന്മാരില്ലേ, അങ്ങും നന്റെ ഇഷ്ടപ്പെടുന്നു നബിയേ. ലോകത്ത് ഇത് രണ്ടല്ലേ ഏത് മനുഷ്യവും ഉദ്ദേശിക്കടേ? ഒന്ന് പടച്ചറപ്പുടെ സംതൃപ്തിയാണ്, പടച്ചറപ്പുടെ മഹബത്താണ്. ഇനൊന്നോ അതേ മനുഷ്യന്മാരെ മഹബത്താണ്. ഈ രണ്ടും നക്ക് നേടകൊള്ളെ നല്ലൊരു അമല് പടിപാട്ടിത്തറു നബിയേ. നബിതങ്ങൾ അവിടെ ഷോർട്ടായി പടിപാട്ടി കൊടുത്തില്ലേ? ഇസ്ഹദ് ഫിദ്ദുന്യാ യുഹിബ്ബകല്ലാഹ്
മോനെ ദുനിയാവിടെ കാര്യത്തിലുള്ള മോഹങ്ങ ഒന്ന് സൈഡാക്കി വെക്ക്. എങ്കിൽ പടച്ചറപ്പ് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായി നീന് വളർന്നു ബണ്ട. വസ്ഹദ് ഫീമാ ഫീ ഐദിന്നാസ് യുഹിബ്ബകന്നാസ്. മോനെ മനുഷ്യന്മാരെ കയ്യിലുള്ള പലതുമില്ലേ, മനുഷ്യന്മാർ കാബദാവിടെ പലതുമില്ലേ, ആ പലതരെയും തൊട്ട് നീ പൊട്ടു നിക്ക് മോനെ. മനുഷ്യന്മാരെ കയ്യിലുള്ളത് കൊതിക്കട ആളായി നീ മാറണ്ട. അത് മനുഷ്യന്മാരെ മഹബത്തില്ലാത്ത ആക്കുള്ള സാധനമാണ്. നിങ്ങൾ നോക്കുന്ന മുമ്മിനീങ്ങളെ ഔത്രജാലക്ക് വേങ്ങി ബണ്ട ആൽമാർ, സ്വന്തം ആവശ്യത്തിന് കേട്ട് ബണ്ട ആൽമാർ അങ്ങോ കൊടുക്കുന്നുണ്ട് ഇസ്ലാം പഠിപ്പാട്ടിത്തണ്ട്. അതേ ടൈമിൽ ആ വേങ്ങി ബണ്ട ആൽമാരെ ആരും സ്നേഹിക്കലില്ല. അങ്ങനൊരു സൈഡ് കണ്ടുകൊണ്ടാണ് കണ്ടേ. അതേ മനുഷ്യന്മാരെ കയ്യിലുള്ളത് താല്പര്യപ്പെട്ട ആൽമാരില്ലേ, അവണ് നന്റെ കൈ പിടിക്കുവാനാ, ഓന് നന്റെ കൈ പിടിക്കുവാനാ, അയാൾ നക്ക് പൈസ തരുവാ, ഇയാള് നക്ക് പൈസ തരുവാ. ഇങ്ങനെ മനുഷ്യന്മാരെ കയ്യിലുള്ളത് ആഗ്രഹിച്ച് നടക്കട മനുഷ്യ. ഈ മനുഷ്യന്മാരെ മഹബത്ത് കിട്ടത് കഷ്ടമാണ്. അതേ ടൈമിൽ മനുഷ്യരുടെ കയ്യിലുള്ളത് തൊട്ട് ആശ പൊട്ടു നിൽക്കണതില്ലേ, അതിനെ ആഗ്രഹിക്കാണ്ടിക്കട മനസ്സില്ലേ. ഈ മനസ്സുള്ള മനുഷ്യരുടെ എല്ലാ മനുഷ്യന്മാരും പിരിസം വെക്കുവാറ് ചെന്നു പടിപ്പാട്ടി തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞു പോയ മഹാന്മാരൊന്ന് നിങ്ങൾ ആലോചനാക്കി നോക്കൂ. ഏറ്റവും വലിയ മഹാനല്ലേ സയ്യിദുനാ ഹസനുൽ ബസ്രി. ഏറ്റവും പ്രധാനിയാണ് സയ്യിദാൻ. ആ മഹാന്റെ മഹത്വം ചൊല്ലവിടെ പല മഹാന്മാരും ചെന്നാറും. ഹസനുൽ ബസ്രി താബിഈങ്ങളുടെ കൂട്ടത്തിൽ പ്രമുഖനാണ്. എന്തേ 300ഓളം സ്വഹാബത്തിനെ കണ്ട മഹാനാണ്. സ്വഹാബിയുടെ കണ്ട ആളുകളിലെ താബിഈന്റെ ചൊല്ലേ 300ഓളം സ്വഹാബത്തിനെ കണ്ട മഹാനാണ്. അതിരൊട്ടിಗೆ ആ 300 സ്വഹാബത്തിരൊട്ടിಗೆ ഇൽമു പഠിച്ച മഹാനും കൂടിയാണ്. ആ മഹാന്റെ മഹത്വമാ സുബ്ഹാന ജല്ല ജലാലുഹു. യസീദിനെ എതിരെ ശബ്ദിച്ചിട്ടാവുമ്പോ യസീദ് ഒരു പട്ടാളം മഹാന്റെ മുന്നിൽ വിട്ട അറസ്റ്റാക്കി കൊമ്പുറകാണ്. സുബ്ഹാനല്ലാഹ്. മഹാൻ നിക്കടൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മിലിറ്ററി കവറാക്കിയിട്ട് അറ്റാക്ക് ആക്കിയിട്ട്. പക്ഷേ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അവിടെ കണ്ടില്ല. ഒരു മോത്തിങ്ങനെ ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടോണ്ടുണ്ടു. മിലിറ്ററിമാർ ആൽമാരുടെ കേട്ടാൽ ഇതാര ശബ്ദമാണ്? ഇത് ഹസനുൽ ബസ്രിയുടെ ശബ്ദമാണ്. ശബ്ദം പണ്ട് ജാഗത്തിക്ക് മിലിറ്ററിമായൊന്ന് ഓടിപ്പോയി നോക്കിയാറ്, പക്ഷെ ആളെ കാണ്ടില്ല. ഇടീ പള്ളിയൊന്ന് റൗണ്ടടിച്ച് നോക്കിയാറ്, മുക്ക് മൂലങ്ങ തേടി നോക്കിയാറ്, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുടെ കാണ്ടില്ല. രാജാവിടെ മുന്നൽ പോയിട്ടാ ഹസനുൽ ബസ്രി ഇല്ല ചൊല്ലതുപോലെ ഇല്ല. എന്തേ കാരണം? ആ മനുഷ്യയുടെ ശബ്ദം കേക്കിട് ഉണ്ടു ചൊല്ലതുപോലെയുമില്ല. എന്തേ? അതെ ഉണ്ടു ചൊല്ലുക മനുഷ്യയുടെ കണ്ടുമില്ല. ടോട്ടലി വന്ന് മിലിറ്ററിമാർ ലോക്കായി പോയാർ. ഇതുപോലെ വല്ലാത്ത കറാമത്ത് കാണിച്ച് ജീവിച്ച മഹാൻ, ഇൽമുടെ വിഷയത്തിൽ പ്രഗൽഭനായ മഹാൻ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുടെ ജീവിക്കടരായ ബസറത്തെ തെരുലൂർ ആറാബിയായ മനുഷ്യൻ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ ഈ ആറാബിയായ മനുഷ്യൻ ബസറത്തെ ആൽമാര മുന്നിൽ കേക്കടാ, മൻ സയ്യിദു ഹാദിഹിൽ ബൽദ. ഈ റായത്തെ നേതാവ് ആരാണ്? ഈ റായത്തെ നേതാവ് ആരാണ്? റായത്തങ്ങ ചെന്നാർ അൽ ഹസനുൽ ബസ്രി. ഈ റായത്തങ്ങനെ നേതാവായി കണ്ടത് ഹസനുൽ ബസ്രിയുടെയാണ്. എന്നിട്ട് ആറാബി എത്ര പോണ്ട് ആറാബി തിരിച്ചു കേട്ട് തൊബിമാ സാദഹോം. എന്ത് കാരണം കൊണ്ടാണ് ഈ ഹസനുൽ ബസ്രി ബസറം ചൊല്ലി ഇത്രയും വലിയ പട്ടണത്തെ ആൽമാർക്ക് നേതൃത്വം വഹിക്കടേ? ഐക്കുള്ള കാരണമെന്തേ? അപ്പോഴാണ് ആ ആൽമാർ കൂടി ആൽമാർ ചൊല്ലേ لأنه استغنى عن دنياهم وافتقروا إلى علمه. ഇബ്നുൽ ജൗസിയാണ് ഈ സംഭവം
സംഭവം ചൊല്ലേ. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അയാളെ ജീവിതകാലത്ത് ഒരു മനുഷ്യരുടെ മുന്നിലും കൈനീട്ടിയ ആളല്ല. അതേ ടൈമിൽ മനുഷ്യന്മാരാ ഹസനുൽ ബസരിയുടെ ഇൽമുക ആവശ്യപ്പെട്ട ആൾമാരാണ്. ഹസനുൽ ബസരി അപ്പുറം ആവശ്യപ്പെടലില്ല. എല്ലാ സ്വാലിഹീങ്ങളെ ഗുണം അതാണ്. അപ്പുറം പോയി ആവശ്യപ്പെടലില്ല. സ്വന്തം ആവശ്യത്തിന് പേനായ ആൽമാരെ മുന്നിൽ കൈനീട്ടലില്ല. അതേ ടൈമിൽ അങ്ങളെ മുന്നോല എല്ലാ ആൽമാരും പോയി എത്തിപ്പെടാറ്. മൂടടക്കത്തെ മക്കാമുൽ കിടക്കടെ മഹാന്റെ മുന്നിലല്ലേ എല്ലാരും പണ്ട് സിയാറത്താക്കിടെ, അവിടെയല്ലേ ദുആർക്കിടെ. എന്തേ കാരണം? പടച്ചറബ് വല്ലാത്ത മഹത്വമോ കൊടുത്ത ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഖിയാമം നാല് തോല് നിക്കാത്ത അൺലിമിറ്റഡ് ഫലങ്ങളാണ് ഈ സ്വാലിഹീങ്ങൾക്ക് യൗമുൽ ഖിയാമത്തോല് കിട്ടിയോണ്ടുള്ളേ. അതിലെ തഫ്സീറിലല്ലേ മഹാന്മാർ ചൊന്തന്ന് എന്തരേ ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. മരിച്ചിട്ടും ഒരാളെ അമൽ മുറിഞ്ഞു പോണ്ടുള്ള, ഒരാളെ അമൽ സ്റ്റോപ്പായി പോണ്ടുള്ള. എന്തേ? ആ മരിച്ചു കിടക്കുന്ന ആള് സ്വാലിഹായ ആളാ. മരിച്ചു കിടക്കുന്ന ആള് പടച്ചറപ്പുടെ ഇഷ്ടപ്പെട്ട ആളാ എങ്കിൽ അയാളെ മഖാമുടെ മുന്നിലും അയാളെ ഖബർ ശരീഫുടെ മുന്നിലും എല്ലാ കാലത്തും പടച്ചറപ്പ് രണ്ട് മലായികത്തിനെ നിയമിക്കുക. ഒന്ന് തലഭാഗത്താണ്, ഇനൊന്നു കാൽഭാഗത്താണ്. എല്ലാ നാലും മലായികത്തുകളുടെ സ്വരമെന്ത്രയാണ്. അയാളുടെ ഖബർ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് തസ്ബീഹും ദിക്റുമാണ്. മലായികത്തുള്ള ജാഗത്തിൽ പോയി ദുആർന്നും കൊണ്ടാ ഉത്തരം കിട്ടാണ്ടിക്കിടെ. മലായികത്ത് കൂട്ടറവിടെയല്ലേ പടച്ചറബുടെ റഹ്മത്തുള്ളേ. മലായികത്തുള്ളവിടെയല്ലേ ദുആക്ക് ഇജാബത്തുള്ളേ. അതുകൊണ്ടല്ലേ ദിക്ർ മജ്ലിസിലെ ഉദാഹരണങ്ങൾ ചൊല്ലുമ്പോ, അതേ നല്ല നല്ല ഇൽമുടെ മജ്ലിസുകളെ മഹത്വങ്ങൾ ചൊല്ലുമ്പോ നബിതങ്ങൾ ചെന്ന് തഹഫുഹുൽ മലായിക, ആ മജ്ലിസിലെ പൊതിഞ്ഞിനിക്കിടെ എത്രമായിരക്കണക്കിലുള്ള മലായികത്തിക്കുവാർ. ആ മലായികത്ത് അവിടെ കൂടി നിൽക്കടെ മുഅ്മിനീങ്ങളെ ദുആത്തുകൊന്നു ആമീൻ ചൊന്നെങ്കിലാ ആ ദുആ മുസ്തജാബാൻ. അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തിട്ട് മുഅ്മിനീങ്ങളെ സ്വാലിഹീങ്ങളെ മഖ്ബറങ്ങ ചില്ലറതല്ല. അവിടെ അതേ മലായികത്തുകളെ സാന്നിധ്യമുണ്ട്. ആ മഹാന്മാരെ റൂഹങ്ങളെ സാന്നിധ്യമുണ്ട്. ഇസ്രായുടെ ജാവുക നബിതങ്ങളെ അൽ മസ്ജിദുൽ അഖ്സാത്ത് എന്താണ് യാത്രയാക്കിയേ? വലിയൊരു യാത്ര നബിതങ്ങൾക്ക് പിന്നെ പറകൊണ്ടു. ആ യാത്രകളുള്ള തയ്യാരിയാണ്, ആ യാത്രകളുള്ള ധൈര്യമാണ്, ആ യാത്രകളുള്ള ശക്തിയാണ്, ആ യാത്രകളുള്ള സമാധാനമാണ്. മസ്ജിദുൽ അഖ്സാത്ത് ചുറ്റുഭാഗത്തിൽ കിടക്കടെ മഹാന്മാർ, അംബിയാക്കന്മാർ, ഔലിയാക്കന്മാർ. അതുകൊണ്ടല്ലേ ബാറക്കനാ ഹൗല ഇമാമുൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹു ചൊല്ലുല്ലേ, എങ്ങനെയാണ് മസ്ജിദുൽ അഖ്സാത്ത് ചുറ്റുഭാഗവും ബറക്കത്തായി തീർന്നേ? ഐ ബിഖുബൂരിൽ അംബിയാ വൽ ഔലിയാ. ഔലിയായുടെ മഖ്ബറങ്ങളെ കൊണ്ടാണ്, അംബിയായുടെ മഖ്ബറങ്ങളെ കൊണ്ടാണ്. ഈ മഖ്ബറം പോയിട്ടൊരു സിയാറത്താക്കുമ്പോ മനുഷ്യരുടെ മനസ്സ് കിട്ടിയ സമാധാനം എത്രയാണ്, മനുഷ്യരുടെ മനസ്സ് കിട്ടിയ ധൈര്യം എത്രയാണ്. ഈ ലോകത്ത് കഴിഞ്ഞുപോയ പാരമ്പര്യം അതുപോലെയാണ്. മുഅ്മിനീങ്ങളെ, ഇസ്റാ മിഅ്റാജ് നടന്ന തിങ്കളല്ലേ റജബ്, അത് കടന്നുപോയില്ലേ? പടച്ച റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വല്ല ദോഷങ്ങമാ തിങ്ങളിൽ വന്നിട്ടില്ലെങ്കിൽ നീ മാപ്പാക്കി തരണു അല്ലാ. അത് ബഹുമാനിച്ച സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണു അല്ലാ. മുഅ്മിനീങ്ങളെ, അങ്ങനെ സ്വാലിഹീങ്ങൾക്ക് വല്ലാത്ത മഹത്വമാണ്. എന്തേ കാരണം? എല്ലാരും ആവശ്യപ്പെട്ട് അങ്ങൊട്ടികയാണ്, അങ്ങാരൊട്ടികയും ആവശ്യപ്പെടലില്ല. എന്തേ? ദുനിയാവിടെ മനസ്സിലെ പൽത്തിരിഞ്ഞിറങ്ങാ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെതിരെ ഒരാളാക്കിയെങ്കിലുള്ള പരിണാമം പടിപാടി തന്നില്ലേ? ഒരാൾ ദുനിയാവിടെ മോഹിയായി നടന്നെങ്കിലാ
അയാളെ ജീവിതത്തെ 3/4 ഭാഗം ടെൻഷൻ എന്തിരേണ്ട കേട്ടെങ്കിൽ അവായിട്ടുള്ള ചൊല്ലതാണ്, പെണ്ണ് പാന്നിട്ടുള്ള ചൊല്ലതാണ്, കടങ്ങളെ ടെൻഷനാണ്, ജീവിതത്തിൽ സുഖമായി തീർക്കുകയില്ലാത്ത ടെൻഷനാണ്, ദാരിദ്ര്യത്തെ ടെൻഷനാണ്. അങ്ങനെ ജീവിതത്തെ 3/4 ഭാഗവും അവനു ചൊല്ലുള്ള ടെൻഷൻ ദുനിയാവായി തീണ്ട് കണ്ടെങ്കിൽ അവന്റെ ഏറ്റവും വലിയ ശിക്ഷയായി നബി തങ്ങൾ പടിപാടി തന്ന് തഫറഗൂ മിൻ ഹുമൂമി ദുനിയാ മസ്തതഅതും. ഓ മുഅ്മിനീങ്ങളെ, തീറത്തര ദുനിയാവുടെ ഹമ്മങ്ങ ദുനിയാവുടെ ടെൻഷൻ ഒന്ന് ദൂറാക്കറൂ. നിങ്ങളെ മൈൻഡ് തൊട്ടൊന്ന് ദൂരം വെക്കറൂ. എന്തേ കാരണം? ഫഇന്നഹു മൻ കാനത്തി ദുനിയാ അക്സറ ഹമ്മിഹി ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി. ഒരാളെ ജീവിതത്തെ ഏകദേശ ഭാഗം ദുനിയാവുടെ ടെൻഷനായിട്ട് കണ്ടെങ്കിൽ അവന്റെ കണ്ണട മുന്നല അവന്റെ ദാരിദ്ര്യം പടച്ചറപ്പ് എല്ലാ നാളും ഓപ്പനാക്കുക. ഇണ്ടും അതേ ടെൻഷൻ ചിന്തയില്ല. നാളെ ടെൻഷൻ പിന്നെയും കൂടിയിട്ടാണ് കണ്ടേ, നാലക്കലിയ പിന്നെയും കൂടിയിട്ടാണ് കണ്ടേ. ഈ ലോകത്തെ ടെൻഷനും തീരകൊണ്ട മുഅ്മിനീങ്ങളെ, ഒരാളെ ആവശ്യം തീരകൊണ്ട മുഅ്മിനീങ്ങളെ, ഒരാളെ അകത്യങ്ങം തീരകൊണ്ട മുഅ്മിനീങ്ങളെ. 2 ഫ്ലാറ്റ് ഇട്ടവണക്ക് 3ാമത്തെ ഫ്ലാറ്റർ ചിന്തയാണ്, 2 ഷോപ്പ് ഇട്ടവണക്ക് 3ാമത്തെ ഷോപ്പിട്ട ചിന്തയാണ്, ഒന്നിൽ നിപ്പാട്ടിങ്ങ കൊരടിയാണ്. എന്തേ? ദുനിയാവിടെ ചിന്ത ഒരു മനുഷ്യ അധികരിച്ചു പോയി തീണ്ട് കണ്ടെങ്കിൽ പിന്നെ പടച്ചറബന്റെ കണ്ണടമൊന്നൊരു ദുനിയാവിടെ ആവശ്യം കുറച്ചു കൊടുക്കുന്നതല്ല, യാറാക്കി കൊടുക്കുന്നതാ. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, അതേ ടൈമിൽ പടച്ചറബുക മുന്നിട്ട് കൽബാ വമാ ഖബല അബ്ദും ബിഖൽബിഹി ഇലല്ലാഹ്. അല്ലാഹുടെ ചിന്തിക്കട കൽവാ. ഒരു നാളുടെ 24 ഗണ്ടല് ഒരു 16 ഗണ്ട പടച്ചറബുടെ എന്തെങ്കിലും നിലക്ക് ഓർക്കുക സാധിക്കടാ. തിന്നുമ്പോ ഓർക്കുക സാധിക്കടാ. ഒരു ഖലാഖ് പോകുമ്പോ ഓർക്കുക സാധിക്കടാ. പറത്തു പറമ്പോ ഓർക്കുക സാധിക്കടാ. നിസ്കരിക്കുമ്പോ എന്തായാലും ഓർക്കലില്ലേ? നടക്കുമ്പോ സാധിക്കടാ, തെക്കുമ്പോ സാധിക്കടാ, നിക്കുമ്പോ സാധിക്കടാ, ഒരു കാര്യം നോക്കുമ്പോ സാധിക്കടാ. ലോകത്ത് പല പല ബിൽഡിംഗ് കാണുമ്പോ പടച്ചറബുടെ ചിന്തങ്ങ ബണ്ട. ഈ ചിന്തയിലായി നടക്കട മനുഷ്യമാ. ഓ മുഅ്മിനീങ്ങളെ, ഇല്ലാ ജഅലല്ലാഹു ഖുലൂബൽ മുഅ്മിനീന തഗ്ദു ഇലൈഹി ബിൽ ഉദ്ദി വറഹ്മാ. ആ മനുഷ്യകുപ്പില്ലാത്ത സ്നേഹം മനുഷ്യന്മാരെ കൽബിലുള്ള ഇട്ടുകൊടുക്കുക. അതാണ് സ്വാലിഹീങ്ങൾ. നോക്കൂ നിങ്ങ, സകല സ്വാലിഹീങ്ങളൊട്ടും നമുക്ക് സ്നേഹമാണ്, സകല സ്വാലിഹീങ്ങളൊട്ടും നമുക്ക് കാരുണ്യമാണ്. എന്തേ? പടച്ചറബുക മുന്നിട്ട് പോയാൽ അങ്ങളെ ഇരുത്തവും നിരുത്തവും അങ്ങളെ കിടത്തവും എല്ലാം പടച്ചറബുടെ ചിന്തിച്ചിട്ടുള്ളതാണ്. മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ചിന്തിച്ചിട്ട് ഞങ്ങളെ ജീവിതത്തെ കംപ്ലീറ്റ് നയിക്കുകയില്ലാത്തതുപോലെ ആക്കണമ അല്ല, നയിക്കുക പോണ്ടവുണ്ട് ചിന്തല് വേണം. ഈ നയിപ്പെല്ലാം നാൻ നയിക്കണത് പടച്ചറപ്പ് തന്ന ആരോഗ്യം കൊണ്ടാണ്. ഈ ചിന്തയിലൂടെ നയിക്കുമ്പോ ആ നയിപ്പ് പടച്ചറപ്പുടെ പൊരുത്തത്തിലായിത്തി. ഒരു നയിക്കുക പോകുമ്പോ പൈൻ്റടിക്കണോന്ന് ആലോചന ആക്കണോ. ഈ ഹലാലായ നല്ലൊരു പാനീയവും നാനാക്കിയിട്ട്, ഈ ഹലാലായ നല്ലൊരു സ്വറവും നാനാക്കിയിട്ട്, ഈ കിട്ട സമ്പാദനം കൊണ്ട് നന്റെ മക്കളെ നാണ് ബൽത്തരാണ്ട് കണ്ടെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാം അതേ ചെലവ് കൊടുക്കുക നിർബന്ധമാക്കിയ ജണ്ടാളല്ലേ. ഒന്ന് പെഞ്ഞായാണ്, ഒന്ന് മക്കളാണ്. പ്രായം പൂർത്തിയാവിടത്തോളം ആ മക്കളെ ചെലവ് ഞങ്ങളെ മേലെ നിർബന്ധമാണ്. ആ നിർബന്ധമായ 2 ബാധ്യത ഇല്ലേ? ആ ബാധ്യത ഈ സ്വരം കൊണ്ട് ഞാൻ വീട്ടിലാ ചെന്നിട്ട് ഒരു പൈൻറാള് സ്വരം എടുക്കുമ്പോ, ഒരു ഇലക്ട്രീഷ്യൻ പണിയെടുക്കുമ്പോ, ഒരു പ്ലംബർ പണിയെടുക്കുമ്പോ, മൈക്കത്താള് പണിയെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് അയാളെ പണി സമ്പൂർണമായി പടച്ചറബുടെ പൊരുത്തത്തിലായിട്ട് മൂസാ നബി അലൈഹിസ്സലാമുടെ മുന്നിൽ വന്നിട്ട് ഒരാൾ ചൊന്നില്ലേ, യാ മൂസാ, നക്കെപ്പോഴും സ്വരം പടച്ചറബുടെ ഇബാദത്താ. മൂസാ നബി അലൈഹിസ്സലാം കേട്ടത് എങ്കിൽ നിന്റെ ചെലവാറ് നോക്കൂടെ. ഭാര്യ സുലഭത്തിൽ ആൾ ചൊന്ന് തീർത്തിട്ട് നന്റെ ലോൺ എടുത്ത നയിക്കൊക്കെ പോണ്ട, ഉന്നക്ക് പോക്കറ്റ് മണി തന്നിട്ട് നന്റെ സഹായിക്കണം. സുബ്ഹാന ജല്ല ജലാലുഹു.
മൂസാ നബി അലൈഹിസ്സലാമോടെ ഒറ്റ പലകത്തിൽ ജന്തു എങ്കിൽ നിണ്ടാണ്ട് ഖൈറായ മനുഷ്യനാണ് നിന്റെ ലോനും. കാരണം നയിക്കലോട് കൂടെ എത്ര മുഅ്മിനീങ്ങളെ വയറു നിറക്കുള്ള തൗഫീഖ് ആ മനുഷ്യകല്ല കൊടുത്താ. മുഅ്മിനീങ്ങളെ ഇബാദത്തുങ്ങ മാത്രം ആക്കി ജീവിക്കുന്നതല്ല പടച്ചറബുക മുട്ടാവിടത്. മോമിന്റെ സകല ഭാഗവും ഇബാദത്താണ്. ഇരിയത്ത 4 ഗണ്ടയും ഇബാദത്താണ്. നെയ്ച്ച് 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 സുസ്തായി പണ്ട് ബാലക്കാറുമാരില്ലേ, വയസ്സന്മാരില്ലേ, ഒരസരക് വന്ന് കുളിച്ചിട്ട് കുളിച്ച ആ ബാലക്കാറുമാർ ഒരു മഗ്രിബും നിസ്കരിച്ചിട്ട് ഇശാവും നിസ്കരിച്ചിട്ട് കിടന്ന് ഉറങ്ങടെ കിടത്തമില്ലേ. മോമിനീങ്ങളെ നിന്റെ സ്വരം ഹലാലായ സ്വരമാണോ? ആ സ്വരത്തിൽ നീയത്തുണ്ടോ? എങ്കിൽ കിടക്കിടക്കിടത്തവും ഇബാദത്താണ്. കാരണം കിടന്നെങ്കിലേ ആരോഗ്യം കിട്ടൂ. ആരോഗ്യം കിട്ടിയെങ്കിലേ പിറ്റാണ്ട് പൈണ്ടടിക്കുക തീരൂ, പിറ്റാണ്ട് സ്വർത്തുക പോകു തീരൂ. സ്വറയെടുത്തെങ്കിലേ വാജിബായ ബാധ്യത വീടൂ. പരസ്പരം കണക്ഷനുള്ള വിഷയമാണിത്. ഓരോ വിഷയത്തിനും പ്രതിഫലമാണ് മുഅ്മിനീങ്ങളെ. ചെറിയൊരു റെഗുലേറ്റർ ഞങ്ങളെ കയ്യിലുണ്ടുണ്ട് മാത്ര. അല്ലാണ്ട് ഒട്ടിങ്ങനെ പണിയെടുത്ത് വണ്ടല്ല. ഔണും നയിക്കടാ നാണും നയിക്കടാ, അത് പയ്യും നയിക്കില്ലേ. മുഅ്മിനീങ്ങളെ പൈ നയിച്ച പോലത്തെ വിഷയാണത്, എർമ നയിച്ച പോലത്തെ വിഷയാണത്, കുതിര നയിച്ച പോലത്തെ വിഷയാണത്. ഓടി ഓടി സുസ്തായി തിണ്ടല്ലാണ്ട് വേറെ ഒരു ഫലവും അത് കിട്ടല. മുഅ്മിനീങ്ങളെ അല്ലാഹു ഞങ്ങളെ നെയ്യത്തുങ്ങ നല്ലാക്കി തരട്ടെ. ഒരു റെഗുലേറ്റർ നെയ്യത്തുങ്ങളെ റെഗുലേറ്റർ ഞങ്ങളെ കയ്യിലാണ്. മനസ്സൊന്നു ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു നോക്കൂ. അല്ലാഹു ഏതൊരു സ്വരം എടുക്കുമ്പോ പടച്ചറപ്പുടൊന്ന് ചിന്തിക്കൂ. അതുകൊണ്ടല്ലേ ചോറുണ്ണുമ്പോ ബിസ്മില്ലാ, തീനൽ പിന്നെ അൽഹംദുലില്ലാ. ഇത് കിട്ടുള്ള കാരണം അല്ലാഹു ആണ്. ഒരു ടോയ്ലറ്റിക്ക് പോകുമ്പോ ബിസ്മില്ലാ, പറമ്പും അൽഹംദുലില്ലാ. അത് തീർത്തതും മധുര വിഷമം ഇല്ലാണ്ടാക്കിയത് അല്ലാഹു ആണ്. ഏത് സ്വരങ്ങം തുടങ്ങുമ്പോ ബിസ്മില്ല എന്തേ എല്ലാ ഭാഗത്തിലും പടച്ചറപ്പുട ഓർമ്മയാണ്. അല്ലാണ്ട് പള്ളിയുടെ മൂലൽ വന്നിട്ട് ഒരു തസ്ബീഹും എടുത്തിട്ട് അല്ലാ 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 ചൊല്ലതല്ല ഇബാദത്ത്. അത് മാത്രമല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ ലോകത്ത് ഏറ്റവും നല്ല ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുള്ള ആൽമാരാണ് ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ പെങ്ങന്മാർ. എത്ര ഇബാദത്ത് കാണ ഒരു നാളങ്ങ് എടുത്തോണ്ടുള്ളേ. നിസ്കരിക്കലോടുകൂടെ സുബ്ഹാന ജല്ല ജലാലുഹു ഈ റായത്ത് ചിലപ്പോ മൊയിലാറ് പോലും അത്ര ഇബാദത്ത് എടുക്കല. എന്തേ ഞങ്ങളെ ഉമ്മമാർ ആ സുബഹി നേരത്ത് ഞങ്ങളപ്പമാരഞ്ചിട്ടാവുമ്പോ, മക്കങ്ങെഞ്ചിട്ടാവുമ്പോ, ഇലങ്ങമാരഞ്ചിട്ടാവുമ്പോ ഫസ്റ്റ് കൊന്ന് വെച്ച് തന്നാറൊന്ന് പൊട്ടുക ചായ, അല്ലെങ്കിൽ കട്ടൻ ചായ, അല്ലെങ്കിൽ പാളുടെ ചായ. എന്ത് കാണങ്ങത്തണ്ടേ പട്ടിണിയായി ഇത്ര നേരം കടന്ന് രണ്ട് മാപ്പുല, അല്ലെങ്കിൽ രണ്ട് അബ്ബ, അല്ലെങ്കിൽ രണ്ട് മക്ക. അങ്ങളെ പട്ടിണി തീർക്കട ഉദ്ദേശമാണ് ഒരു ഗ്ലാസ് ചായ. അങ്ങളെ വറക്ക് വെടുപ്പാട്ട ഉദ്ദേശമാണ് ഒരു ഗ്ലാസ് ചായ. ഒരു മുഅ്മിനായ മനുഷ്യരുടെ വിശപ്പ് തീർത്തെങ്കില, ഒരു മുഅ്മിനായ മനുഷ്യരുടെ സങ്കടം തീർത്തെങ്കില അതുക്കുള്ള പ്രതിഫലം നബിതങ്ങൾ പരിപാടി തന്നത് ആഖിറത്തിലുള്ള സങ്കടം അല്ലാഹു തീർത്തു കൊടുക്കുവാണ്ടാണ്. ഞങ്ങളെ ഉമ്മമാരെ എത്ര വിശപ്പ് കാണു ഒരു നാല് തീർത്തോണ്ടുള്ളേ. സുബ്ഹാനല്ലാഹ്. ഒരു 8 ഗണ്ട ഒലിമ്പ് കണ്ടാവുമ്പോ നാഷ്ട റെഡിയാക്കിയില്ലേ, ഒരു ഉച്ചാവുമ്പോ ചോറ് റെഡിയായില്ലേ, ഇശാവുമ്പോ സുബ്ഹാനല്ലാഹ് പിന്നെയും നാഷ്ട റെഡിയായില്ലേ. ഇതിലെല്ലാത്തെയും ഉദ്ദേശം എന്താണ്? വെറും നാഷ്ടാക്കൽ മാത്രമാണോ? അല്ല. വെറും നേർച്ച തീർക്കൽ മാത്രമാണോ? അല്ല. വെറും ഡെയിലി ആദത്താണോ? അല്ല. അതര ബദലുക ഉമ്മമാരെ, പെങ്ങന്മാരെ, ഞങ്ങളെ ഉദ്ദേശം ഞങ്ങളെ മാപ്പുലമാരെ വിശപ്പ് തീർക്കരുത് കണ്ടെങ്കിൽ, ഞങ്ങളെ ഉദ്ദേശം മാപ്പുലമാരെ ആരോഗ്യം കണ്ടെങ്കിൽ, ഞങ്ങളെ ഉദ്ദേശം ഞങ്ങളെ മക്കളെ ഞങ്ങളെ മക്കളെ ബലവണിക്കാണ്ട് കണ്ടെങ്കിൽ, അങ്ങ് നിസ്കരിക്കട ഇബാദത്ത്, നിസ്കരിക്കട നിസ്കാരങ്ങയില്ലേ, എടുക്കട നോമ്പുകയില്ലേ, അങ്ങ് ആക്കട സർവ്വ ഇബാദത്തുകയില്ലേ. ആ ഇബാദത്ത് ഏറ്റവും വലിയ കാരണകർത്തന്മാർ നിങ്ങായി തീനാറ്. നിങ്ങൾ ചോറ് കൊടുത്തത് കൊണ്ടാണ്, അതിൽ കിട്ടിയ ശക്തി കൊണ്ടാണ് ആ നിങ്ങളെ മാപ്പുലമാറപ്പമാർ നിസ്കരിക്കുക സാധിച്ചേ. അതുകൊണ്ടാണ് നോമ്പെടുക്കുക സാധിച്ചേ. അതുകൊണ്ട് ഉമ്മ
ഉമ്മമാരെ പെങ്ങന്മാരെ ഒരു നാഷ്ടത്തുക്ക് ഒരു പാലകി ഇങ്ങനെ വിട്ടുവീത്തുമ്പോ ഞങ്ങളെ മനസ്സിൽ ഓടി വരണായ ഒരു ചിന്തയുണ്ട്. ഈ നാഷ്ടവുമാക്കിയിട്ട് കിട്ടിയ ആരോഗ്യമില്ലേ, ഈ നാഷ്ടവുമാക്കിയിട്ട് കിട്ടിയ താക്കത്തില്ലേ, ഈ താക്കത്ത് കൊണ്ട് നന്റെ മാപ്പിള ഗിബാത്തെടുക്കുക സാധിക്കട്ടെ, ഹലാലായ സമ്പാദനം എടുക്കുക സാധിക്കട്ടെ. സുബ്ഹാനല്ലാഹ് എന്തൊക്കെ ചൊല്ലണോ. പണ്ട് കാലത്ത് കഴിഞ്ഞു പോയ ഉമ്മമാരെന്ന് നോക്കൂ, എന്തൊരു നല്ല ബോധമാണോ ഇന്ന്. മാപ്പുല പോകാവുമ്പോ പിടിച്ചിനി പാടിട്ട് മാപ്പിളുടെ മുഖം നോക്കിയിട്ട് ചില ഉമ്മമാർ ചെന്നോണ്ടിന്നാറ്, ഓ ബാപ്പാ നിങ്ങ പോണ്ട സ്വറമില്ലേ, ഹലാലായതുണ്ട് മാത്രം ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾ സമ്പാദിച്ചിട്ട് നോക്കുമ്പോ ഒരുവേള ഹറാമ നയിക്കുക പോണ്ടേണ്ട് കണ്ടെങ്കിൽ നിങ്ങളെ സമ്പത്തിനോക അഗത്യമല്ല. കാരണം ആ സമ്പത്തും തിണ്ടിയിട്ട് ദുനിയാവിടെ ആരോഗ്യമല്ല വിഷയം, ദുനിയാവിടെ താക്കത്തല്ല വിഷയം. നാളെ നരകത്തിൽ ഞങ്ങളെ തടിങ്ങം പെട്ടുപോകൂ, ഞങ്ങളെ തടിങ്ങാതെ നരകത്തിന് ബന്ധപ്പെട്ട് തടിങ്ങായി തീരൂ. മാപ്പിളമാരെ വിളിച്ചിട്ട് ഉപദേശിച്ചോണ്ടിന്നുമ്മമാരെത്രയുന്നാറ്. സുബ്ഹാനല്ലാഹ് എന്തൊക്കെ ചൊല്ലണോ. മാപ്പിള സ്വർത്തുക്ക് പോയ മാപ്പിള, അതേ വിദേശത്തുക്ക് പോയ മാപ്പിള മരിച്ച വിഷയം കേട്ട ഉമ്മമാർ അങ്ങനെ ഞൊണ്ടിയോണ്ടിന്നെ പിട്ടുകയില്ലേ, കൊലക്കിയോണ്ടിന്നെ പിട്ടുകയില്ലേ. ആ പിട്ടിടെ കൈയെടുത്ത് പോയ അറിയന്തേ നന്റെ മാപ്പിള മരിക്കലോട് കൂടെ പിട്ടിലുള്ള അവകാശം നിനക്ക് നഷ്ടപ്പെട്ടിട്ട്. കാരണം ഈ പിട്ടിലിനാണ് മാത്രമല്ല ഇനി അവകാശി, ഇനി മാപ്പിളുടെ മക്കങ്ങം അവകാശിയായി വന്നാറ്, മാപ്പിളുടെ അപ്പം അവകാശിയായി വന്ന്, മാപ്പിളുടെ അലങ്ങം മുത്തങ്ങം അവകാശിയായി വന്നാറ്. സുബ്ഹാനല്ലാഹ് ഹക്കുടെ ബോധമുള്ള ഉമ്മമാർ പണ്ട് കാലത്ത് കഴിഞ്ഞു പോയില്ലേ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുയുടെ അലങ്ങമാർ വന്ന് കേട്ടില്ലേ. അതെ അല്ല, ജുനൈദുൽ ബഗ്ദാദിയല്ല, ബിശ്റുൽ ഹാഫിയുടെ അലങ്ങമാരാണ്. ജുനൈദുൽ ബഗ്ദാദിന് മുന്നിലാണ് വന്ന് കേക്കിടെ. അതേ ഉസ്താദേ ഞങ്ങൾ ജാവുനേർത്തുക ചില ഡ്രസ്സിങ്ങ തുന്നുടാ, പോലുനേർത്തുകും ഡ്രസ്സിങ്ങ തുന്നുടാ. ജാവുനേർത്തുക തുന്നിടതുണ്ടല്ലേ, രണ്ട് ടൈപ്പിൽ ഞങ്ങൾ തുന്നുടാ. ഒന്നിരിക്കലോ ചിമ്മിനിടെ വിളക്കിരിക്കിട്, ആ വിളക്കിറ് കാരണം കൊണ്ട് തുന്നുടെ ഡ്രസ്സിങ്ങ ഉണ്ട്. ചിലപ്പോൾ ചിമിനിൽ വിളക്കിക്കില്ല, എന്റെ എന്നെ കാലിയായിട്ടിക്കിട്. അപ്പൊ നിലാവിടെ വെളിച്ചലാണ് ഞങ്ങൾ ഡ്രസ്സ് തുന്നുടെ. എങ്കിൽ ഈ ഡ്രസ്സിങ്ങ പോയി മാർക്കറ്റിൽ വിൽക്കുമ്പോ ഈ ഡ്രസ്സുകളെ പരസ്പരം ചൊന്നു വിൽക്കണ. ഇത് അതേ നിലാവിടെ വെളിച്ചം തുന്നിയത്, ഇതോ ചിമിനിയുടെ വെളിച്ചം തുന്നിയത്, ഇങ്ങനെ ഡിവൈഡായി വിൽക്കണ. സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു കൊടുത്ത ഉത്തരമാണ്. വരവുള്ള കുടുംബമാണ് നിങ്ങളത്, ജാഗ്രതയുള്ള കുടുംബമാണ് നിങ്ങളത്, സൂക്ഷ്മതയുള്ള കുടുംബമാണ് നിങ്ങളത്, ഹലാലുടെ ഹലാലായി മാത്രം കാണ്ട കുടുംബമാണ് നിങ്ങളത്, ഹറാമുടെ ഹറാമായി കാണ്ട കുടുംബമാണ് നിങ്ങളത്. അതുകൊണ്ട് നിങ്ങൾക്കു മാർക്കറ്റിൽ പോയി തുണി വിൽക്കുമ്പോ രണ്ടും ഡിവൈഡാക്കി ചൊല്ലത് നിർബന്ധമാണ്. പണ്ട് കാലത്ത് കഴിഞ്ഞുപോയ ഉമ്മമാർ നോക്കൂ, ഹക്കുടെ ബോധമുള്ള ഉമ്മമാർ, ബാത്തിലിന്റെ ബോധമുള്ള ഉമ്മമാർ. ആ ഉമ്മമാർ ജന്മം കൊടുത്ത മക്കമാ ഇമാമുൽ ബുഖാരിയാണ്. ആ ഉമ്മമാർ ജന്മം കൊടുത്ത മക്കമാ ഇമാമുന ശാഫിഈയാണ്. ആ ഉമ്മമാർ ജന്മം കൊടുത്ത മക്കമാ ഗൗസുൽ ആദമാണ്. ആ ഉമ്മമാർ ജന്മം കൊടുത്ത മക്കമാ ഇതുപോലെ കിടന്നിട്ടുള്ള സ്വാലിഹീങ്ങാൻ. പടച്ച റബ്ബേ ഞങ്ങളെ ഉമ്മമാരെയും ആ കൂട്ടത്തിൽ നീ പെടുത്തണം അല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ദുനിയാവിടെ താല്പര്യം മനസ്സിൽ ഇങ്ങനെ എടുക്കുമ്പോ ഹലാലുമായിട്ടുള്ള ബോധങ്ങൾ ആറായുണ്ട് പണ്ട്, ഹറാമയുടെ തൊട്ടുള്ള ബോധങ്ങൾ കുറഞ്ഞുകൊണ്ട് കൊണ്ടു. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദുനിയാവിടെ സുഖം എടുത്ത് ജീവിക്കുക സാധിക്കുന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അവിടുത്തെ കുടുംബം ഒന്ന് കൈവൈറ്റ് ദ്വാർന്നെങ്കിലാ എല്ലാ നാളും മട്ടൻ കൂട്ടിരന്ത്, എല്ലാ നാളും നാടൻ കോഴി കൂട്ടിരന്ത്, എല്ലാ നാളും പത്തിരി കൂട്ടിരന്ത്, എല്ലാ നാളും ബിരിയാണി തിണ്ടിരന്ത്, എല്ലാ നാളും വിലാസി ജീവിതം നടത്തിരന്ത്. പക്ഷേ
ആയിഷ റളിയല്ലാഹു അൻഹാ ചൊന്നുകൊണ്ടുണ്ട് മാശബഅലു മുഹമ്മദിൻ മിൻ ഖുബ്സ് ശഈരിൻ യൗമൈനി മുതതാബിയൈനി ഹത്താ ഖുബിദാ നബി തങ്ങളുടെ റൂഹ് പിടിക്കപ്പെട്ടത് വരെ 2-4 കണ്ടിന്യൂയായി റൊട്ടിയതേ ജോളത്ത് റൊട്ടി തിന്നതായി ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ചരിത്രത്തിലില്ല. 2-4 കണ്ടിന്യൂയായി മുഅ്മിനീങ്ങളെ ജോളത്ത് റൊട്ടി തിന്നതായി ഞങ്ങളുടെ ജീവിതത്തിലില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. നബി തങ്ങൾ ഇങ്ങനെ കിടന്നിട്ട് കിടട്ടൈമോ വലത്തെ ഭാഗത്തുകല്ലേ നബി തങ്ങൾ ചെരിഞ്ഞു കിടക്കടേ കിടന്നിട്ട് എണിക്കുമ്പോ നബി തങ്ങൾ കിടക്കിട ബെഡി തപ്പലത്തെ മടല് കാണും. ആ മടലിന്റെ അച്ച് സുബ്ഹാനല്ലാഹ് നബി തങ്ങളുടെ വലത്തെ ഭാഗത്തിൽ ഇങ്ങനെ കാണുക തുടങ്ങിയിട്ട് ഈ കണ്ട സ്വഹാബത്തുകളെ മനസ്സൊന്ന് പൊട്ടിപ്പോയിട്ട് സുബ്ഹാനല്ലാഹ് ആ സ്വഹാബത്ത് നബി തങ്ങളെ മുന്നിൽ കേട്ടാർ യാ റസൂലല്ലാഹ് ലവിത്തഖദ്നാ ലക വിത്താ നല്ലൊരു സോഫ്റ്റ് ബെഡ് നബി തങ്ങൾക്ക് ഞങ്ങൾ റെഡിയാക്കി തരട്ടെ നബിയേ. സുബ്ഹാനല്ലാഹ് മടലിൽ കിടക്കിട നേതാവ് എത്ര കാലമായിട്ട് മുഅ്മിനീങ്ങളെ നെൽത്തിൽ പോലും കിടക്കാണ്ട് എത്ര കാലമായിട്ട് മുഅ്മിനീങ്ങളെ ബെഡ് പേരിൽ നടന്നമ്പലവും സുബ്ഹാനല്ലാഹ് മുദനമ്പലവും ചൊല്ലുക തുടങ്ങിയിട്ട് അതിക്ക് സെറ്റായി പോയ ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം. മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ട സ്വഹാബത്തിട്ട ചൊന്ന ഉത്തരമാണ് മാലി വലിദ്ദുനിയാ മാനബിദ്ദുനിയാ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹത ശജറത്തിൻ ثم راح وتركها. നക്കും ദുനിയാവുള്ള ബന്ധം എന്താണ് മോനെ? നിന്റെയും ദുനിയാവുള്ള ബന്ധം എന്താണ് മോനെ? നാനൊരു യാത്രികനല്ലേ, ഒരു വാഹന സവാരിയല്ലേ, ഗാഡിൽ പോണ്ടോണ് ബച്ചിയപ്പ ഒരു മരത്തടിൽ തണലുക വേനായി നിപ്പാട്ടിയ അവിടെ വിശ്രാന്തി എടുത്തിട്ട് പിന്നെ അവിടെ നിൽക്കടാണ്. അവിടെ പിന്നെ പോണ്ട സ്വരമല്ലേ അവിടെ നോക്കൂടെ? അതുപോലെ ജീവിക്കിടനക്ക്, അതുപോലെ ദുനിയാവിടെ കാണ്ട് നക്ക്. നക്കും ദുനിയാവുകം എന്ത് ബന്ധമാണ്? ഈ ലോകത്തെ സകല അധികാരവും കിട്ടിയ രാജാവല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാം. സകല അധികാരവും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമുക്ക് കൊടുത്തിട്ടാകുമ്പോ മഹാൻ അയിൽ പിന്നെ ആകാശത്തേക്ക് കണ്ണുത്താക്കലില്ല, അയിൽ പിന്നെ ആകാശത്തേക്ക് കണ്ണുത്താക്കലില്ല. എന്തേ? വല്ലാത്ത പേടി മനസ്സിൽ വന്നു പോയിട്ട്, വല്ലാത്ത തവാദു മനസ്സിൽ വന്നു പോയിട്ട്. സകല മഹാന്മാരെയും സ്വഭാവം അതുപോലെയല്ലേ. സ്ഥാനങ്ങൾ കിട്ടുമ്പോ അങ്ങനെ പിന്നെയും പിന്നെയും അഹങ്കരിക്കുന്നതല്ല. സ്ഥാനങ്ങൾ കിട്ടുമ്പോ സുബ്ഹാനല്ലാഹ് വല്ലാത്ത പേടിയും തവാദുവും മനസ്സിൽ വന്നു പോണ്ടു. സുബ്ഹാനല്ലാഹ് സുലൈമാൻ നബി അലൈഹിസ്സലാം വകാന യുത്ഇമുൻ നാസ ലദാഇദൽ അത്ഇമാ. എല്ലാ മനുഷ്യന്മാർക്ക് നല്ല നല്ല ഫുഡ് കൊടുക്കൂ. എല്ലാ നാളും രാജാവല്ലേ, ടേസ്റ്റ്ഫുൾ ഫുഡാണ്. ഇന്ത്യനാണ് റൗത്ത് ആ ഫുഡ് പോയ സുബ്ഹാനല്ലാഹ് എന്തെല്ലാം ഇവിടെ ഫുഡാണ്. ഔത്രങ്ങ് ബറക്കത്താക്കട്ടെ, ഇസ്സത്താക്കട്ടെ. സുബ്ഹാനല്ലാഹ് സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാ നാളും ആലുമാർക്ക് പൂരി ഭോജനാണ് കൊടുക്കൂടെ. വയകുല ഖുബുദശ് ശഈർ സുലൈമാൻ നബി അലൈഹിസ്സലാമാ വയകുല ഖുബുദശ് ശഈർ ജോളത്തെ റൊട്ടിയാണ് മഹാൻ തിന്നടേ. എല്ലാരും നല്ല മന്തി അടിക്കുമ്പോ, എല്ലാരും നല്ല പിസ്സയും ബർഗറും അടിക്കുമ്പോ മഹാൻ തിന്നട വണക്ക് ജോള റൊട്ടിയാണ്. ആൽമാര് കേട്ടുപോയാറ് ദുനിയാവുടെ ഖജാനമേ നിങ്ങളുടെ കയ്യിലില്ലേ? എന്ത് കാണി പൈച്ച് തയ്ക്കടേ? സുബ്ഹാനല്ലാഹ് മഹാൻ അവിടെ ചന്തു നാണ് ബയർ നിറക്കിടതിരെ പേടിക്കിട. ബയർ നിറച്ചോണ് പിന്നെ ഉറങ്ങിടതാണ്. പിന്നാരെയും ചിന്തം പറലില്ല. നന്റെ രാജാധികാരത്തെ കീഴിൽ എത്ര പട്ടിണി പാവം കാണുള്ളേ. അതുകൊണ്ട് നാണ് ബയറ് നിറക്കില്ല. ബയറ് നിറച്ചെങ്കിലാ പട്ടിണി കിടന്നാൽ മാറ നക്ക് പിന്നെ മറന്നു പോവൂ. എന്തൊരു ചിന്തയാണ് മുഅ്മിനീങ്ങളെ.
നബി തങ്ങൾ എത്ര സ്വഹാബത്തിനാണ് ദാനം കൊടുത്തത്? ജീവിതത്തിൽ 6000 വണ്ടം ദാനം കൊടുത്തിട്ടുണ്ടല്ലേ? ഓ മുഅ്മിനീങ്ങളെ, കൊണ്ടാണ്ട് ചെന്നെങ്കിൽ എന്തിനുണ്ട് നിങ്ങൾ വിചാരിച്ചാറ്? ഇന്നത്തെ കാലത്ത് ഓടിക്കാരുടെ സ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ബെൻസിന്റെ സ്ഥാനത്തിലാണ്. 6000 ബെൻസ് ദാനം ചെയ്തവനുള്ളതാണ് അവിടെ ഒരു ബെൻസ് സ്വന്തത്തിൽ കരീതിയാക്കിയ ബെൻസ് ദാനമായി നിർത്തു കൊടുത്ത ഏതെങ്കിലും ഒരു പൈസക്കാരുള്ളാണ്. എവിടെയും കാട്ടുക സാധ്യമല്ല. അവിടെയാണ് നബി തങ്ങളെ വിലയിരുത്തല്. 6000 വണ്ട ജീവിതത്തിൽ സ്വഹാബത്ത് ദാനം കൊടുത്തു തീർത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഷ്ടങ്ങൾ ചെന്ന് ബന്ധങ്ങളെ മുന്നലും കഷ്ടം തീർത്തു കൊടുത്തോണ്ട് ഇന്ന് നേതാവാണ്. വന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അത് ഇണ്ടും നിന്റതല്ല, ഇണ്ടും അത് നിന്നിട്ടില്ല. ഏത് മനുഷ്യൻ മനസ്സ് പൊട്ടിയിട്ട് നബി തങ്ങളെ ഹദറത്തിലെ മുന്നലൊന്ന് പോയിട്ട് പോണ്ട സാധിക്കിടങ്ങും ഇനി സാധിക്കാത്ത മുഖ ഉടെ ഒന്ന് യാ റസൂലല്ലാഹ് മനസ്സൊന്ന് പൊട്ടി വിളിച്ചെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ തീർക്കുവാനുള്ള ചെന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ, നബി തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോ സയ്യിദിനാ ചെന്ന് കൂട്ടി ചൊല്ലും സുന്നത്ത് ചെന്നിട്ടു മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പരിപാടി തന്നരെ. എന്തരെയാണ് സയ്യിദിന്റെ അർത്ഥം? മോമിന്റെ സങ്കടത്തില്, മോമിന്റെ പ്രയാസത്തില്, മോമിന്റെ ടെൻഷനില് ഇടപെട്ട ആളുണ്ടല്ലേ അതിനർത്ഥം. അതുകൊണ്ടല്ലേ ഞങ്ങളെ സ്വലാത്തുകളെ അധിക ഭാഗവും അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഇങ്ങനെ സയ്യിദി കൂട്ടിച്ചൊല്ലേ. അത് നബി തങ്ങളെ ബഹുമാനിക്കട ഭാഗം കൂടിയാണ്. ഞങ്ങളെ സങ്കടങ്ങൾ ഓർക്കുള്ള സ്വലാത്തും കൂടിയാണ്. പടച്ച റബ്ബേ, നബി തങ്ങളെ മദദ് നീ തരണു അല്ലാഹ്. നബി തങ്ങളെ തർബിയത്ത് കിട്ടിയ സ്വാലിഹീങ്ങളിൽ നീ പെടുത്തണു അല്ലാഹ്. ശഅബാനാണ് ഞങ്ങളെ മുന്നിൽ വന്നരെ, സ്വലാത്തിലെ തിങ്കളാണ് മുഅ്മിനീങ്ങളെ. ദലായിലുൽ ഖൈറാത്ത് ഒന്ന് എടുത്തു നോക്കൂ, അതിന് ഫസ്റ്റ് പേജ് ഒന്ന് മരിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്, ഒരു സ്വലാത്തുള്ള മാത്രം 40 പുണ്യങ്ങാണ്, 40 ഫലങ്ങാണ് ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ കിട്ടുറേ. അതിൽ എന്തിന് ഒന്നാമത്തെ പുണ്യം സ്വലാത്ത് ചൊല്ലുണ്ട ദോഷങ്ങൾ പുറത്തു കിട്ടൂ. എന്തിന് രണ്ടാമത്തെ പുണ്യം അവന്റെ സ്ഥാനങ്ങൾ കൂടിയോണ്ട് പോവൂ. മൂന്നാമത്തെ പുണ്യം എന്തിന് ഉള്ള കടങ്ങ തീന്ന് കിട്ടൂ. നാലാമത്തെ പുണ്യം ഞങ്ങൾക്കുള്ള മക്കങ്ങയില്ലേ സ്വാലിഹീങ്ങായി വളർന്നു വരുവാറ്. അഞ്ചാമത്തെ പുണ്യം എന്തിന് നല്ലയ്ക്കുള്ള അവസരങ്ങൾ അല്ലാഹു തുറന്നു തരുവാ. ആറാമത്തെ പുണ്യം എന്തിന് ജീവിതത്തിൽ മയസിയത്താക്കാണ്ടിക്കുള്ള അവസരങ്ങളുണ്ടാവും. തപ്പാക്കുള്ള ചിന്തങ്ങൾ പടച്ചറപ്പില്ലാണ്ടാക്കി കളയുക. അതിരെ ബായിലും അല്ലാഹു ബന്ധാക്കി കളയുക. എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ ശൈഖുടെയും മുറബ്ബിയുടെയും തേടി പോണ്ട അഗത്യമില്ല. എന്റെ ശൈഖും മുറബ്ബിയും കിട്ടിയ കഷ്ടമാണ്. ഞങ്ങളെ നിയന്ത്രിക്കുന്ന ആൽമാര് കിട്ടത് കഷ്ടമാണ്. എണ്ടത്തെ ശൈഖും മുറബ്ബിയും ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പരിപാടിയതുപോലെ അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ദായിമാക്കണമാ. ജീവിതത്തിൽ മഅസിയത്ത് ബറല മുഅ്മിനീങ്ങളെ, തപ്പുങ്ങ ബറല മുഅ്മിനീങ്ങളെ. സുബ്ഹാനല്ലാഹ്, ഷഅറാനി ഇമാമുടെ ഉസ്താദില്ലേ ഒരു നാലുക 40,000 സ്വലാത്ത് ചെന്നോണ്ടിന്ന മഹാനാണ്. ഇനൊരു ഉസ്താദുണ്ട് ഒരു നാലുക 30,000 സ്വലാത്ത് ചെന്നോണ്ടിന്ന മഹാനാണ്. മുഅ്മിനീങ്ങളെ, 100 ചൊന്നു നിപ്പാട്ടണ്ട, 200 ചൊന്നു നിപ്പാട്ടണ്ട, 500 ചൊന്നു നിപ്പാട്ടണ്ട, 1000 ചൊന്നു നിപ്പാട്ടണ്ട. തീർത്തര ചൊല്ലറൂ ചൊല്ലറൂ ചൊല്ലറൂ. ഞങ്ങൾക്ക് സാധിക്കാത്ത പലതും ഞങ്ങളെ മുന്നിൽ ഓപ്പനായി കിട്ടി. പല കടങ്ങം തീർന്നു കിട്ടി. ഔത്തുൽ വലിയ സമാധാനം ലഭിക്കടേ. ഞങ്ങളെ പോക്രി മക്കങ്ങ സ്വാലിഹീങ്ങായി ബണ്ട ദൃശ്യം ഞങ്ങൾക്ക് കാണുക സാധിക്കടേ. അല്ലാഹുവേ, നീ തൗഫീഖ് തരണു അല്ലാഹ്.
ഭാഗ്യം തരണു അല്ലാ. മുഅ്മിനീങ്ങളെ, ഈ ലോകത്തോടുള്ള താല്പര്യം കുറഞ്ഞു കിട്ടണു. അതിക്ക് ഏറ്റവും വലിയ ബന്ധം നബി തങ്ങളൊട്ടുകയുള്ള ബന്ധമാണ്. ആ ബന്ധം ആ സ്വലാത്തിലൂടെയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചൊല്ലു, ആ നബി തങ്ങളെ പ്രിയ പത്നിയില്ലേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ആ മഹദി ദുനിയാവിടെ മോഹിയല്ല. എന്തേ കാരണം? നബി തങ്ങൾ ദുനിയാവിടെ മോഹിയല്ല. മാപ്പുരുടെ പോലെയാണ് പല പെഞ്ഞായിമാരും പണ്ട്. മാപ്പുരുടെ സ്വഭാവം എങ്ങനെയുണ്ടാ അതുപോലെയാണ് ഓരോ പെൺമക്കളും പിന്നെ പിന്നെ വളർന്നു പണ്ട്. ഞങ്ങളെ സ്വഭാവം നല്ലയുണ്ടാ, ഞങ്ങളെ നിസ്കാരം കൃത്യമുണ്ടാ, ഞങ്ങളെ നോമ്പ് കൃത്യമുണ്ടാ, ഞങ്ങളെ പായ്സറിയുണ്ടാ, ഞങ്ങളെ ജീവിതം ശുദ്ധമുണ്ടാ എങ്കിൽ ഓട്ടോമാറ്റിക്കായി മുഅ്മിനീങ്ങളെ ഞങ്ങളെ കൂടെ ജീവിക്കുന്ന ഞങ്ങളെ പെഞ്ഞായിമാരും അതുപോലെ ബറുവാർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സാക്ഷിയാണ്. സുബ്ഹാനല്ലാഹ്, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാ സമ്പത്തും ഒരുമിച്ച് കൂട്ടി 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 ആൽമാർ കൊടുക്കുന്ന എല്ലാ ഹദിയങ്ങളും സ്വീകരിച്ചിട്ട് ഒരു നാൾ ലഖദ് തസദ്ദഖത് ആയിഷ ബി50 അൽഫാ, 50,000 ദിർഹമാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പാവത്തവർക്ക് സദഖ വെച്ച് കൊടുത്തേ. സുബ്ഹാന ജല്ല ജലാലുഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇടക്കിടക്ക് കൊടുക്കലുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇടക്കിടക്ക് കൊടുക്കലുണ്ട്. സ്വഹാബത്തിൽ പല പൈസക്കാരുമാരുള്ള അങ്ങൊക്കെ ഹദിയ കൊടുക്കുന്നത് നബിതങ്ങളെ പെഞ്ഞായിമാറ് കാണും, നബിതങ്ങളെ പുള്ളിമാറ് കാണും. എന്തേ? റസൂലുള്ളാഹിയുള്ള മഹബ്ബത്താണത്. മുഅ്മിനീങ്ങളെ, ഈ കിട്ടിയ എല്ലാ ഹദിയങ്ങളും ശേഖരിച്ചു വെച്ചാൽ ദുനിയാവിടെ ഉല്ലാസത്തിന് പോയില്ല, സമ്പാദന ഉണ്ടാക്കുക പോയില്ല. കൂട്ടി കൂട്ടി വെച്ചിട്ട് ഒരു 4 എണ്ണുമ്പോ 50,000 ദിർഹമാണ് അവിടെ ഉള്ളേ. 50,000 ദിർഹം ചില്ലറയല്ല മുഅ്മിനീങ്ങളെ. ഇന്റെ എത്രക്ക് പറവത്? 1 കോടിക്ക് പറ, ചിലപ്പോ 2 കോടിക്ക് പറ, ചിലപ്പോ വെള്ളി നാണ്യമാണത്. സുബ്ഹാനല്ലാഹ്, 50,000 ദിർഹം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ അതേ മുഅ്മിനീങ്ങകു മസാകീനങ്ങകു ഫുഖറാകു ദാനം വെച്ച് കൊടുത്തു. മുഅ്മിനീങ്ങളെ, സ്വാലിഹായ ഒരു പെണ്ണിന്റെ ഗുണം പടിപാടി തരുമ്പോ മഹാന്മാർ 5 കാര്യമാണ് പടിപാടി തന്നരേ. അതിലൊരു കാര്യമാണ് അസ്സഹാദതു ഫീ സീനത്തി ദുനിയാ മിനൽ ദഹബി വൽ ഫിദ്ദാ. ബംഗാറൊട്ടികയുള്ള മോഹങ്ങ, വെള്ളിരൊട്ടികയുള്ള മോഹങ്ങ, ഇത് കുറഞ്ഞിട്ടുള്ള പെണ്ണുള്ള ആളാ എങ്കിൽ അൽ മർഅത്തു സ്വാലിഹാ, ആ പെണ്ണുക്ക് ഒരു സ്വഭാവം വന്നു പോയിട്ട് സ്വാലിഹായ പെണ്ണുടെ സ്വഭാവമാണത്. കണ്ട തുണിയുടെയും കണ്ട ചൂടിദാരത്തെയും കണ്ട എല്ലാത്തെയും പേനു ചെന്ന് കൊതിക്കിടെ മനസ്സില്ലേ. ഇതിനെങ്ങനെ ഹന്തമായി തിരുട്ടാക്കി പിറകുള്ള പ്രയത്നം നടത്തണു. ഔത്ര ആ മൂലകത് വേണു, ഈ മൂലകത് വേണു. സുബ്ഹാനല്ലാഹ്, ഫർണിച്ചറുകളെ കൊണ്ട് നടക്കടെ പെണ്ണുങ്ങയില്ലേ. തീനത്ര കൊമനത്ര തീന്നില്ല, അകത്തെത്താൻ ടിയാറ പിന്നെയും എടുക്കലില്ലേ. ബെഡ്ഷീറ്റ് 5 പുതിയ ബെഡ്ഷീറ്റാണ്. ഒരു മാർക്കറ്റിക്ക് പോയിട്ടാകുമ്പോ ചന്തത്തിനൊരു ബെഡ്ഷീറ്റ് കണ്ടെത്തി, അപ്പുറം നോക്കിട്ടാകുമ്പോ ഇനിയും കണ്ടെത്തി. സുബ്ഹാനല്ലാഹ്, തിരിച്ചു പറമ്പെടുത്ത ബെഡ്ഷീറ്റാ, പിന്നെയും 5 ഔത്തിൽ 10 ബെഡ്ഷീറ്റ് ആയിത്തി. ഇസ്രാഫല്ലേ, പടച്ച റബ്ബുടെ റഹ്മത്തിന്റെ നോട്ടം ഔത്തുക നഷ്ടപ്പെട്ടു പോവലേ. ദുനിയാവിടെ ചന്തങ്ങയില്ലേ മുഅ്മിനീങ്ങളെ. ഈ ചന്തത്തെ പിന്നാലെ ഞങ്ങളെ അതേ ഈമാൻ പണയം വെക്കുള്ളതല്ല, ഞങ്ങളെ ജീവിതം പണയം വെക്കുള്ളതല്ല. അല്ലാഹു തആല ഞങ്ങളെല്ലാരെയും സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അങ്ങനെ നാണ് ചെന്നുകൊണ്ട് വന്നത് മഹാന്മാരായ സർവ്വസാലിഹീങ്ങൾക്ക് ഏറ്റവും നല്ല സ്വഭാവമാണ് ദുനിയാവിടൊട്ടിയുള്ള മോഹങ്ങൾ, ദുനിയാവിടെ മോഹങ്ങൾ ഇല്ലാണ്ടിക്കിടത്. രണ്ടാമത്തെ സ്വഭാവം മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പടിപാടി തന്ന് സ്വലാഹിയത്താണ്. എല്ലാവർക്കും നല്ലത് ചിന്തിക്കിടത്, എല്ലാവർക്കും നല്ലത് പേരിക്കിടത്. നല്ലൊരു ജീവിതമില്ലേ, അതുപോലെയുള്ളൊരു ജീവിതമുണ്ടാ മുഅ്മിനീങ്ങളെ.
എല്ലാവർക്കും നല്ലത് ദുആർന്ന് കൊടുക്കുന്നത്. മഹാനായ മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു പടിപാടി തന്നില്ലേ, എല്ലാ നാലും ഒരാള് 10 പാട്ട അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത മുഹമ്മദീൻ, അല്ലാഹുമ്മ ഫർരിജ് അൻ ഉമ്മത്തി മുഹമ്മദീൻ, അല്ലാഹുമ്മ അർഹം ഉമ്മത മുഹമ്മദീൻ. ഈ 3 ദുആ ഒരാൾ 10 പാട്ട നടത്താണ്ട് കണ്ടെങ്കിൽ പടച്ച റബ്ബോണുക്ക് വിലായത്തിന്റെ വായിൽ ഇങ്ങ് തുറന്നു കൊടുക്കുക. അല്ലാഹുവേ നമുക്ക് നീ തൗഫീഖ് തരണു അല്ലാഹ്. വെറും ഒരു 10 പാട്ട ചൊല്ലുകുള്ള ദിക്റാണത്. എന്തിനാണ് അതിനർത്ഥം? അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത മുഹമ്മദ്. അല്ലാഹ് പടച്ച റബ്ബ് യാ റബ്ബേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ നീ നന്നാക്കി തരണു അല്ലാഹ്. നബി തങ്ങളുടെ ഉമ്മത്തിനെ നന്നാക്കി തരണു അല്ലാഹ്. വഫർരിജ് അൻ ഉമ്മത്തി മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുള്ള സങ്കടങ്ങളില്ലേ, തങ്ങളുടെ ഉമ്മത്തുള്ള മുസീബത്തുകളില്ലേ, തങ്ങളുടെ ഉമ്മത്തുക്ക് വന്ന അപകടങ്ങളില്ലേ, പടച്ച റബ്ബേ നീ ഒന്ന് നീക്കി തരണു അല്ലാഹ്. വർഹം ഉമ്മത്ത മുഹമ്മദ്. അല്ലാഹ് നബി തങ്ങളുടെ ഉമ്മത്തുക്ക് നീ നല്ലോണം കാരുണ്യം ചെയ്യണു അല്ലാഹ്. ഈ 3 ദിക്റും ചൊല്ലുകൂ. ഒരു 10 ചൊല്ലുകൂ. 2 മിനിറ്റ് 3 മിനിറ്റ് വേനായ ഈ 3 മിനിറ്റുകൾ എന്താക്കിയാണ്ട് കണ്ടെങ്കിൽ ഒരു മൂടടുക്കത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ ദ്വാരുന്നത്, കർണാടകത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ദ്വാരുന്നത്, ഇന്ത്യത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ലോകത്തിലുള്ള നബിതങ്ങൾ ഉമ്മത്തായിട്ടുള്ള 200 കോടി മുസ്ലിമീങ്ങൾക്കാണ് ഞങ്ങൾ ദ്വാരുന്നുള്ളത്. ഈ ദുആ ഒരാൾ നടത്തുമ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യകു വിലായത്തിന്റെ ബാഗിലിങ്ങ തുറന്നു കൊടുക്കുക. കുതിബ മിനൽ അബ്ദാൽ. അല്ലാഹ് എന്തൊരു സൗഭാഗ്യമാണ്. അല്ലാഹുടെ അറിഞ്ഞ് മരിക്കുന്ന ഒരു ഭാഗ്യം, അല്ലാഹുടെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരു ഭാഗ്യം. ഈ ഭാഗ്യത്തിൽ അല്ലാഹുവിനെ തിരഞ്ഞെടുക്കുക എന്നിട്ട് മഹാനായ ഏറ്റവും വലിയ മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു സുബ്ഹാന ജല്ല ജലാലുഹു. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, ഒരാളുക ഖൈർ ചിന്തിക്കരുത്, ഒരാളുക നന്മ ചിന്തിക്കരുത്. തബക്കുറു സആ. ഞങ്ങളുടെ റായത്തിലൊരു മുഅ്മിനായ മനുഷ്യക്ക് ദുരന്തം വന്നുപോയി, യന്ത്രമാ ഒരു ഐബ് വന്നുപോയി. ചിലപ്പോൾ അയാൾ യന്ത്രമാ ജീവിതത്തിൽ തപ്പു വന്ന കാരണം കൊണ്ട് അയാൾ എല്ലാവരും നിസ്സാരമായി കാണുക തുടങ്ങിയാറ്, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വല്ലാത്ത രോഗം വന്നുപോയി, അയാൾ വല്ലാത്ത കടത്തിലായി പോയിട്ട്, അയാൾ വല്ലാത്ത വിഷമത്തിലായി പോയിട്ട്, ഈ ടൈമിൽ ഒരാള് അയാളെ നന്മയ്ക്ക് വേനായി ചിന്തിക്കരുതില്ലേ, അയാൾ രോഗശമനത്തിന് വേനായി ദുആർന്ന് കൊടുക്കരുതില്ലേ, അയാളെ ആ കഷ്ടപ്പാടുക സഹായിക്കുക, റായ നടന്നിട്ട് പിരിവെടുക്കരുതില്ലേ. അൽഹംദുലില്ലാഹ് അൽമദീനത്തുൽ മുനവ്വറ മൂടർക്ക സ്ഥാപന ഇത്ര കാലമായി തുടർന്നടക്കിടെ ഇൽമു പഠിക്കുക, ഇൽമുടെ ദാഹവുമായി വന്ന മുതഅല്ലിമീങ്ങുക, ഇൽമു കൊടുക്കുന്ന സ്ഥാപനയല്ലേ മുഅ്മിനീങ്ങളെ. ഇതര ഉസ്താദുമാർ ഓടി നടക്കുന്നതും ചിന്തിക്കുന്നതും ഈ സ്ഥാപനയും ഇൽമുടെ പുരോഗതിയല്ലേ, സ്വാലിഹീങ്ങളായ മക്കളെ പുരോഗതിയല്ലേ. അങ്ങളെ അതേ പടച്ച റബ്ബുടെ ബോധം ഞങ്ങളെ കൽബിലിട്ട് കൊടുക്കുന്നതല്ലേ. എന്തൊരു ചിന്തയാണത്, എന്തൊരു മഹത്വമുള്ളതാണത്. ഒരു മുഅ്മിന്റെ ಬಗ್ಗೆ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഖൈറും മിൻ ഇബാദത്തി 60 സനാ 60 വർഷം ഇബാദത്ത് എടുക്കടതിറാണ്ടി മഹത്വമുള്ളതാണ് ചെന്നിട്ട് പടിപാടി തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞങ്ങളെ ഉലമാഎല്ലാം പരിശുദ്ധമായ ദീനിക ബേനായി പ്രവർത്തിക്കട്ടെ. ഈ ദീനിയുടെ ആൽമാരെ ഏറ്റവും വലിയ രക്ഷേന്ദ്രയാണ്, ആഖിറത്തെ രക്ഷയാണ്. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ കേൾക്കട്ടെ, ഞങ്ങളെ റായത്തിലൊരു രോഗിയായി കിടന്ന ഒരു രോഗി ഉണ്ടോണ്ട് കണ്ടെങ്കിൽ അയാളെ ചികിത്സകനങ്ങാതെ പൈസ പിരിക്കലില്ല. എന്തുകാണ് ദുനിയാവിടെ ഇനിയുള്ള ജീവിതം ആരോഗ്യമായിട്ടിക്കുകല്ലേ. എങ്കിൽ ഞങ്ങളെ ഉലമാ മനുഷ്യരുടെ ദുനിയാവ് മാത്രമല്ല ചിന്തിക്കടേ, അങ്ങക്ക് ചോറും തന്നെയും കൊടുക്കലോടുകൂടെ
ആഖിറത്തെ ആരോഗ്യമാണ് ചിന്തിക്കടേ. പടച്ച റബ്ബേ, സ്ഥാപനത്തിന് വേനായി പ്രവർത്തിക്കട സകല ഉസ്താദുമാർക്കും നീ ഖൈറും ബറക്കത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കണം അല്ലാഹ്. മുതഅല്ലിമീങ്ങൾക്ക് നീ നഫിയ ഇൽമു കൊടുക്കണം അല്ലാഹ്. ഞങ്ങളെല്ലാരെയും നഫിയ ഇൽമു കൊണ്ട് നീ അനുഗ്രഹിക്കണം അല്ലാഹ്. നഫിയ ഇൽമു ഏതാണ് മുഅ്മിനീങ്ങളെ? പടച്ച റബ്ബുടെ പേടി ഖൽബിൽ ബണ്ടതാണ്, ആഖിറത്തെ ഓർമ്മ ഖൽബിൽ ബണ്ടതാണ്. അതാണ് നാഫിയായ ഇൽമു. അത് കൊടുക്കുള്ള പ്രയത്നമാണ് ഞങ്ങളുടെ ഉലമാ നടത്തിയോണ്ടുള്ളേ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു മനുഷ്യയുടെ ദുനിയാവിടെ കാര്യം അവന്റെ നല്ലത് ചിന്തിച്ചേണ്ട കണ്ടെങ്കിൽ 60 വർഷത്തെ ഇബാദത്ത് ഖൈറാണത്. അതുകൊണ്ടല്ലേ ഈ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ ഇമാമുന ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു അൻഹു അശ്ശാരിഹുൽ മുഹഖിഖാണ്. മഹാനായ ആ ഇമാം ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു അൻഹു ഫിഖ്ഹിൽ ഒരു പലക്കം ചൊന്തുകൊണ്ട് കണ്ടെങ്കിൽ അത് ഫൈനൽ പലക്കമാണ്. ആ മഹാൻ സുബ്ഹാനല്ലാഹ് ഒരു 4 ദർസെടുക്കിടെ ഇടയ്ക്ക് അയാളതേ പുറത്തിങ്ങനെ പോണ്ടു. ആരെയാണ് കാണുകൂ? ഒരു അതേ വയസ്സായ നിക്കടെ ഉമ്മ ഉണ്ട്. ആ ഉമ്മടെ നോക്കുകാറുമില്ല, ആ ഉമ്മടെ ചികിത്സിക്കുകാറുമില്ല, ആ ഉമ്മടെ ആറയിക്കാക്കുകയാണ്. മഹാനായ ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു അൻഹു പോണ്ടേ ശിഷ്യന്മാരിൽ ഒരാൾ കേട്ടിട്ട്, ഉസ്താദേ, ഇത്രയും നല്ല ഇബാദത്ത് നിങ്ങൾ എടുത്തോണ്ടിരിക്കുമ്പോ, ഇൽമുകളുടെ വല്ലാത്ത ഇബാദത്ത് എടുത്തോണ്ടിരിക്കുമ്പോ അതേ അതിരെയും വിട്ടിട്ടു ആ ഉമ്മടെ ആറയിക്കാക്കുക പോണ്ടത് ശരിയാ? ശിഷ്യടട്ടിക്ക് ആ മഹാൻ ചെന്നുകൊടുത്ത ഉത്തരമാണ്, മോനെ, ഈ ഇൽമു പഠിപ്പാട്ടതിരാണ്ടിയാറ ഏറ്റവും വലിയ ആഖിറത്തിൽ ഗുണം പിടിക്കേണ്ടതാണ്. ആശ്രയമില്ലാത്ത ആൽമാർക്ക് ആശ്രയം കൊടുക്കരുത്, ആരോഗ്യമില്ലാത്ത ആൽമാരെ ചികിത്സിക്കരുത്, അങ്ങളെ ഒന്ന് താങ്ങിക്കൊടുക്കരുത്. സഹീഹുൽ ബുഖാരി രചിച്ച മഹാനല്ലേ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ഒരു നാളിങ്ങനെ നടന്നോണ്ട് പോകുമ്പോ ആൽമാർക്ക് കണ്ട് ആ മഹാൻ അയാളെ റായത്തിൽ നടക്കിടെ മദ്രസത്തെ കല്ല് കെട്ടുകുവേനായിട്ട് ഇങ്ങനെ നിന്നോണ്ടുണ്ടു. മദ്രസത്തെ കല്ല് പുറത്തുകൊണ്ടുണ്ടു, കല്ല് കെട്ടിക്കൊടുത്തോണ്ടുണ്ടു. ആൽമാര് കേട്ടാറ്, നിങ്ങൾക്ക് ഈ സ്വരം വേണ, ഇൽമുമായി എപ്പോഴും ശുഗുല അവിടെ ആളല്ലേ നിങ്ങ, എന്ത് കാണി കല്ല് കെട്ടുകു പോണ്ടേ, എന്ത് കാണി കല്ല് പൊറുക്കൂടെ? സുബ്ഹാനല്ലാഹ്, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊടുത്ത ഉത്തരമാണ്, ഹദാ റജാഇ യൗമുൽ ഖിയാമ. നക്ക് യൗമുൽ ഖിയാമത്തിൽ അതേ ഇനി ഒരു നാലും പറകില്ലാത്തൊരു നാലില്ലേ, അണ്ട് എല്ലാരെയും ഹിസാബ് എടുക്കട നാലല്ലേ, അണ്ട് നക്ക് രക്ഷപ്പെടുകൊള്ളേ ഏറ്റവും നല്ല അമലായി നാണ് ഈ പണിയുടെ കാണ്ട ചൊന്നിട്ട് മഹാൻ ആ വന്ന മനുഷ്യന്മാരെ മുന്നിൽ ചൊന്നു കൊടുക്കടൂ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനത്തെ ആളാണ്? അതേ അൽ-അശറത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സ്വാർത്ഥ കിട്ടിയ മഹാനാണ്. ആ മഹാന്റെ പോലെ ഒരു മഹാനുണ്ടാ? സർവ അമ്പിയാവും കഴിഞ്ഞെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ ഏറ്റവും വലിയ മഹത്വമുള്ള ആളാരാണ്? അബൂബക്കർ സിദ്ദീഖാണ്. സിദ്ദീഖ് തങ്ങളെ പോലെ ഒരു മഹാനും പിന്നെ പറകില്ല. ഏത് ഗൗസുൽ ആദം വന്നെങ്കിലും, ഏത് അഹ്മദുൽ കബീർ റിഫായി വന്നെങ്കിലും, അങ്ങെല്ലാവരും വലിയ വലിയ ഔലിയാക്കന്മാരാവലോട് കൂടെ ഒരു സ്വഹാബത്തിലെയും കടന്നപ്പുറം പോകു സാധ്യമല്ല. അതിലേറ്റവും വലിയ ആളില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തെ സ്വാർത്ഥ കിട്ടിയിട്ട് പോലും ഖലീഫ സ്ഥാനം ഏറ്റെടുത്തിൽ പിന്നെ സുബ്ഹാനല്ലാഹ് എല്ലാ ജാവുകളും ആ റായത്തിൽ ഇങ്ങനെ സർക്കീറ്റ് അടിക്കൂ. എന്ത് കാണും? എന്റെ റായത്തിൽ ആരെങ്കിലും കഷ്ടപ്പെട്ടങ്ങ ഉള്ളാറാ, ആരെങ്കിലും പ്രയാസപ്പെട്ടങ്ങ ഉള്ളാറാ, എല്ലാ ജാവും ഔത്തുക പ്രത്യേകമായി പോയി. എന്ത് കാണും? ആ ഔത്തിൽ ഒരു കെൽത്തിയാണുള്ളേ. ആ ഉമ്മടെ നോക്കുകാറുമില്ല അവിടെ. ആ ഉമ്മടെ ആരയിക്കയും ശുശ്രൂഷയും നടത്തുക മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആരാരും കാണാത്ത ജാവുക എത്തിപ്പെടൂ.
ആ വയസ്സായ ഉമ്മടെ ചികിത്സിക്കൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പലപ്പോഴും ആലോചനാക്കലുണ്ട്, ആരാണ് ഈ കെൽത്തിരൈത്തല മാത്രം ചന്തം വെക്കടേ, ആരാണ് ഈ വൃദ്ധയായ മനുഷ്യരെ നോക്കൂടെ, ആരാണ് ഈ ഉമ്മക്ക് മറന്നു കൊടുക്കൂടെ. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു നാളിങ്ങനെ കട്ട് തെച്ച് നോക്കിയിട്ട് എത്ര ജാവായെങ്കിലും ഇന്ത്യ ഉത്തരഭാഗത്തെ പന്ത് കുത്തിയറ നക്കൊന്നു നോക്കിയേ തീരൂ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പാതിജാവുക ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ കാത്തോണ്ടിരിക്കുമ്പോഴാണ് ഒരാളിങ്ങനെ മുസ്കിട്ടോണ്ട് പണ്ടേ സുബ്ഹാന ജല്ല ജലാലുഹു വന്നാള് നേരെ ഔത്തുറുക നോണ്ടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് മെല്ലെ ഇങ്ങനെ നോക്കിയോണ്ടുണ്ടു. സുബ്ഹാനല്ലാഹ്. വന്ന ആള് എല്ലാ നിലക്കും നമ്മുടെ ക്ലീനാക്കി കൊടുത്തു. എന്നിട്ടോ ആ മഹാന്റെ മുഖമൊന്ന് നോക്കുള്ള പ്രയത്നപ്പെട്ടപ്പാ ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ടുപോയിട്ട് മനസ്സിലായി പോയിട്ട് ഇത് വേറാരുമല്ല അബൂബക്കർ സിദ്ദീഖാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് പലപ്പോഴും ചൊല്ലലുണ്ട്, നാണൊന്നും ഉമർ അതേ അബൂബക്കർ സിദ്ദീഖിന്റെ നെഞ്ഞിൽ മുടിയായിട്ടിന്നെങ്കിലാ നക്ക് ഹിസാബില്ലാണ്ട് നക്കതേ പടച്ച റബ്ബുടെ നന്മ തിന്മയും തൂക്കാട്ട് അബൂബക്കർ സിദ്ദീഖ് കടക്കട സ്വർഗത്ത് നക്കും മൊത്തു കടന്നിറന്തല്ലേ. മുഅ്മിനീങ്ങളെ സ്വാലിഹീങ്ങളെ ചിന്ത അതുപോലെയാണ്, ഞങ്ങളുടെ ജീവിതം അതുപോലെയാണ്. ഞങ്ങളുടെ ജീവിതം തീർത്തത് മനുഷ്യന്മാരെ നന്മകാണ്. ഈ ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ സ്വാലിഹീങ്ങളെയും ചിന്ത അതുപോലെയാണ്. സുൽത്താനുൽ ഹിന്ദ് നിങ്ങൾ കഴിഞ്ഞ തിങ്കൾ അതേ ഓർമ്മയാക്കിയില്ലേ, റജബുൽ നിങ്ങൾ ഓർമ്മയാക്കിയില്ലേ. മഹാൻ നടത്തിയ ഏറ്റവും വലിയ സേവന എന്താണ് മുഅ്മിനീങ്ങളെ? ലക്ഷക്കണക്കിൽ പണ്ട് പാവങ്ങളായ ഫക്കീറന്മാർ, ഒരു വക്തര ചോറ് പോലും തിന്നുക ഗതിയില്ലാത്ത ആൽമാർ, ഞങ്ങളെല്ലാരെയും മനസ്സറിഞ്ഞിട്ട് ഇന്ത്യത്തെ നാനാഭാഗത്ത് ഓടാടിയിട്ട് ഓരോ ജാഗത്തിലും കഞ്ഞി കൊടുക്കുള്ള ജാഗം ഉണ്ടാക്കിയില്ലേ. അവിടെ അതേ 2 വക്തര ചോറ് കൊടുക്കുന്ന വ്യവസ്ഥ മഹാനാക്കി കൊടുത്തില്ലേ. മുഅ്മിനീങ്ങളെ സർവ്വ സ്വാലിഹീങ്ങളെയും ജീവിതം അതുപോലെയാണ്. അതുകൊണ്ടാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചൊന്നേ, നിന്റെ ജീവിതത്തിൽ 1000 റക്അത്ത് നിസ്കരിക്കരുത് നാണ് മഹത്വമായി കണ്ടത്. സുബ്ഹാനല്ലാഹ്. ഒരു പാവപ്പെട്ട മനുഷ്യരുടെ ആവശ്യത്തിന് വേനായി അവന്റെ കൂടെ നടന്നു കൊടുക്കുന്നതാ. പടച്ചറബേ നമുക്ക് നല്ലതുക്കുള്ള നീ തൗഫീഖ് തരണോ അല്ലാഹ്. ഞങ്ങളെ നല്ലത് ചൊന്നു തീർക്കുള്ളതല്ല മുഅ്മിനീങ്ങളെ. ഔത്ര ജാലടിച്ചതും ചൊല്ല കാലമാണ്, ടോയ്ലറ്റ് കൽകിയതിരെയും ചൊല്ല കാലമാണ്. സുബ്ഹാനല്ലാഹ്. പള്ളിയുടെ ചുറ്റുഭാഗം ക്ലീനാക്കിയതിരെ ചൊല്ല കാലമാണ്, ഒരു ഹൗദ് ക്ലീനാക്കിയതിരെ ചൊല്ല കാലമാണ്, ഒരു ഡ്രസ് സ്വന്തമായി കൽകിയെങ്കിൽ പോലും ചൊല്ല കാലമാണ്, ഒരു 4 ഔത്തുൽ നാഷ്ട വെച്ച് കൊടുത്തെങ്കിൽ ചൊല്ല കാലമാണ്. എന്തൊരു കാലമായി പോയിട്ട് മുഅ്മിനീങ്ങളെ. ഒരമലാക്കുകില്ല, അമലാക്കിയത് സ്റ്റേറ്റസിൽ വന്നു പോയിട്ട്. സുബ്ഹാനല്ലാഹ്. ഒരു പണിയെടുക്കുകയില്ല, അതിലൊരു ഗുംപു ചിത്രം വന്നു പോയിട്ട്, അതിന്റെ പേരിലൊരു ആദരണ നടന്നു പോയിട്ട് അയാളെ ശാലിട്ടിട്ടതേ ഗൗരവിക്കുന്നുണ്ടാറ്. അതോടുകൂടെ അയാളെ അമൽ തീർന്നു പോയിട്ട് മുഅ്മിനീങ്ങളെ ആഖിറത്തിൽ പരിഗയിലാണ് ഞങ്ങ പോണ്ടേന്തേ. ഉടയെടുത്ത എല്ലാ പണിയും മനുഷ്യന്മാര് കാണും, ഉടയെടുത്ത എല്ലാ പണിയും ഫോട്ടോസ് കാണും, ഉടയെടുത്ത എല്ലാ സ്ഥാനങ്ങളും അതേ മനുഷ്യന്മാരെ മുന്നിലു ചൊന്നു നടക്കുക. അല്ലാഹ് ഞങ്ങളെ നീ കാക്കണു റഹ്മാനേ. മൂന്നാമത്തെ കാര്യമായി മഹാന്മാർ തെരഞ്ഞെടുത്തത് നന്റെ പലക്കം നാ നിപ്പാട്ടിയോണ്ട് വന്ന് മൂന്നാമത്തെ കാര്യം ചെന്നിട്ട് നന്റെ പലക്കം നിപ്പാട്ട ഇബാദത്താണ്. മുഅ്മിനീങ്ങളെ സർവ്വ സ്വാലിഹീങ്ങളും ഈ മേഖലകത്തുള്ള കാരണം ഞങ്ങളുടെ ജീവിതത്തെ ഒരു ഭാഗം ഇൽമുക നയിക്കലോടുകൂടെ ഇനൊരു ഭാഗം മനുഷ്യന്മാരെ ഖിദ്മത്തെടുക്കലോടുകൂടെ മൂന്നാമത്തെ ഭാഗം ചെലവാക്കിയത് ഇബാദത്തുകാണ്. ഒരു മനുഷ്യൻ എപ്പോഴാണ് പടച്ച റബ്ബ് ഏറ്റവും അടുത്ത ആളാവിടെ ഫർള് നിസ്കരിച്ചപ്പല്ല മസാല അബ്ദി ബിന്നവാഫിനി യഖറുബു ഹത്താ കൂന ലഹു യദൗ വഅർജുലാ വസംഅ മിൻഹു ثم عينا باصرا أي مثل ذلك في المطالب هربلا.
സുന്നത്തുമായി ദീർഘമായ ബന്ധം വെക്കുമ്പോ, സുന്നത്തിലൊട്ടിക്ക് വല്ലാത്ത മഹബത്ത് ഞങ്ങളെ കൽബിൽ വരുമ്പോ, സുന്നത്തുകളുടെ പ്രാമുഖ്യം ഞങ്ങളെ കൽബിൽ വരുമ്പോ, ഒരു ചിന്തം ഞങ്ങൾക്ക് വേണം മുഅ്മിനീങ്ങളെ. ഫർള് പടച്ചറപ്പുടെ ഭാഗത്തിലുണ്ട് കണ്ടെങ്കിൽ സുന്നത്ത് ഞങ്ങൾ മഹബത്ത് വെക്കുന്ന റസൂലുള്ളാഹിയുടെ ഭാഗത്തിലാണ്. എങ്ങനെ റസൂലുള്ളാഹിയുടെ മഹബത്തുള്ളൊരു മനുഷ്യകു സുന്നത്ത് വൈവാകുക തീരുവാ. അതുകൊണ്ടല്ലേ മഹാനായ സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു ചൊന്നേ, ഓ മോനെ ഇജ്അലിൻ നവാഫില കൽ ഫറായിൽ, നിന്റെ സുന്നത്തുകളെ നീ ഫർദുടെ പോലെ കാണണോ. അതിക്കെന്തരയാണ് ബേനായേ മുഅ്മിനീങ്ങളെ, സുന്നത്ത് എടുക്കുകൊള്ള മനസ്സിങ്ങ പറയാത്ത ടൈമിലു ആ സുന്നത്ത് അവിടെ വെച്ചിട്ട് നേർച്ചാക്കണോ. അപ്പ ആ സുന്നത്ത് എടുക്കുകൊള്ള നിർബന്ധ ബുദ്ധികനെ എത്തിപ്പെട. റമളാനാണ് ഞങ്ങളെ മുന്നിൽ വന്നുകൊണ്ടുള്ളേ. സുബ്ഹാനല്ലാഹ്, എത്ര സുന്നത്തുകളെ ഫർദാക്കുകൊള്ള സാധ്യതയുണ്ടോ, ചാൻസസ് കൊണ്ട് മുഅ്മിനീങ്ങളെ വല്ലാത്ത ചാൻസസ് അല്ലേ ഞങ്ങൾക്കുള്ളേ. കാരണം എന്തേ, ലാ നദ്രി ബിഅയ്യി സുന്നത്തിൻ അദ്ഖുലു ഇലൽ ജന്ന, ഏത് സുന്നത്ത് കൊണ്ടാണ് സ്വർഗ്ഗത്തിൽ കടക്കിട ചൊല്ല് ഉറപ്പ് നമുക്കില്ല. ബിലാൽ ഇബ്നു റബാഹയുടെ സ്വർഗം മേറാജ് റജാബ് കണ്ട നബിതങ്ങൾ നേരെ ഭൂമിക്ക് വന്നിട്ട് ബിലാലിട്ട് കേട്ടില്ലേ, ബിലാലെ നിന്റെ സ്വർഗം എന്നാണ് കണ്ട, എന്തൊരമലാണ് എടുത്തോണ്ടുള്ളേ. ബിലാൽ ഇബ്നു റബാഹ് ചൊന്നില്ല, നബിയെ വിശേഷമായി ചൊല്ലകൊന്നുമില്ല, തന്റെ ജീവിതത്തിൽ നക്കുള്ളത് ഉദൂടെ പിന്നെയുള്ള സുന്നത്ത് നിസ്കാരമാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, ഉദു എടുത്തെങ്കിലുള്ള സുന്നത്ത് നിസ്കാരം ഒരു 2 റക്അത്ത് സുന്നത്ത് ബിലാൽ ഇബ്നു റബാഹയുടെ സ്വർഗ്ഗത്തിൽ കടത്തി പോയിട്ട്. ഏത് സുന്നത്ത് കൊണ്ട് സ്വർഗ്ഗത്തിന് കടത്തറാ ചൊല്ല ഗ്യാരണ്ടി ഇല്ല മുഅ്മിനീങ്ങളെ. ഏത് സുന്നത്തിനെ മനസ്സുകൊണ്ട് ഞങ്ങൾ ബഹുമാനിച്ചിറമാ, ഏത് സുന്നത്തിനെ മനസ്സുകൊണ്ട് മഹബത്ത് വെച്ചിറമാ, ആ സുന്നത്തായിട്ടിക്ക് പലപ്പോഴും ഞങ്ങളുടെ സ്വർഗത്ത് കടത്തുന്ന സാധനം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പറകു പോണ്ട റമളാനാണ്. ഓരോ സുന്നത്തിനെയും ഫർദ് പോലാക്കുള്ള പ്രയത്നം നടത്തുന്നു. ചെറിയ ഉദാഹരണം ആണ് എനിക്ക് ചൊല്ല. എല്ലാ ഫർദും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന പ്രതിജ്ഞയല്ലേ റമളാനില്. ബാക്കി 4 ജമാഅത്തായി നിസ്കരിക്കില്ലെങ്കിലും റമളാനാവുമ്പോ എല്ലാവരും ജമാഅത്തായി നിസ്കരിക്കലില്ലേ. അതിക്ക് ബേനായി പള്ളിക്ക് 5 മിനിറ്റ് മുന്നിൽ വരലില്ലേ. പള്ളിക്ക് കടന്നാണ്ട് കണ്ടെങ്കിൽ റമളാന്റെ പ്രത്യേകമായ സുന്നത്തല്ലേ ഈത്തിക്കാഫ്. അതൊന്ന് പള്ളിക്ക് കടന്നിട്ട് അതേ ഞങ്ങൾ നിണ്ടാണ്ട് കണ്ടെങ്കിൽ നടന്നോണ്ട് മുമ്പ് ഈത്തിക്കാഫിടെ നിയത്ത് വെച്ചെങ്കിൽ ശരിയാവില്ല. പള്ളിയിൽ പോയി ഒരു മോത്തിങ്ങനെ നിക്കണു, അല്ലെങ്കിൽ ദയിക്കണു, ദച്ചിട്ടാനിട്ടാണ് നീയത്താക്കണു. എന്തിനാണ് നീയത്ത്? റമളാൻ 10 കണ്ടെങ്കിൽ ഒരു നീയത്താക്കണു. ഈ പള്ളിയിൽ നിക്കട കാലത്തോലും നാണ് ഈ പള്ളിയിൽ ഈത്തിക്കാഫ് വെക്കുക നേർച്ചയാക്കിയ റബ്ബേ. പിന്നെ ദയിക്കട അരകണ്ടത്തെ ഈത്തിക്കാഫില്ല. സുബ്ഹാനല്ലാഹ്, അത് വാജിബായ ഈത്തിക്കാഫാണ്. ഒരു വാജിബ് പള്ളിയിൽ എടുക്കുമ്പോ റമളാനിൽ 1 കേളുവയാണ്, സുന്നത്തെടുക്കുമ്പോ 1 ഫർളാണ്. ഒരു ഫർദുകായ 70 പ്രതിഫലമാണ്. ആ അരകണ്ട തെക്കുമ്പോ ഓരോ മിനിറ്റും 70 ഫർളെടുത്ത കൂലിയാണ്. പടച്ച റബ്ബേ നീ തൗഫീഖ് തരണു അല്ലാഹ്. പിന്നെ അതേ ജമാഅത്ത് ഇഖാമത്ത് കൊടുക്കണമെന്നൊരു ളുഹുറമെന്നൊരു റവാത്തിബ് നിസ്കരിക്കില്ലേ, സുബഹിടമെന്നൊരു റവാത്തിബ് നിസ്കരിക്കില്ലേ. എന്തൊരു മഹത്വമുള്ള സുന്നത്താണത്. ദുനിയാവും ദുനിയാവിലുള്ളതെല്ലാം നിക്കുർത്ത തണ്ടാണ്ട് ചെന്നെങ്കിൽ നീന് വേണ്ടാണ്ട് ചെല്ലു. കാരണം ഇതരത്ര വലിയ മഹത്വമുള്ള സുന്നത്ത് ഈ ലോകത്തല്ല പടച്ചിട്ടില്ല. സുബഹിയുടെ മുന്നിലുള്ള റവാത്തിബ് സുന്നത്താണത്. ആ റവാത്തിബ് നിസ്കരിക്കണമെന്നൊരു നാവുലൊന്നു ചൊല്ലുക. ഇന്നത്തെ സുബഹിയുടെ മുന്നിലുള്ള റവാത്തിബ് 2 റക്അത്ത് പടച്ചറപ്പ് നിസ്കരിക്കുക ആണ് നേർച്ചയാക്കിയ. സുബ്ഹാനല്ലാഹ്, അതോടുകൂടെ 2 റക്അത്ത് റവാത്തിബ് വാജിബായി പോയിട്ട്. ഇല്ലെങ്കിൽ സാധാ സുന്നത്ത് നിസ്കരിക്കുമ്പോ ആ സുന്നത്ത് ഒരു ഫർദുടെ കൂലിയാണ്. നേർച്ചയാക്കി നിസ്കരിക്കുമ്പോ ആ വാജിബ് 70 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. എന്തൊരു പ്രതിഫലമാണ് മുഅ്മിനീങ്ങളെ. ഞങ്ങളെ നിയ്യത്തിങ്ങ ചേഞ്ച് ആക്കുമ്പോ എന്തൊരു ബദലാവണയാണ് ജീവിതത്തിൽ. പണ്ടേ
ളുഹുറിന്റെ മുന്നിലുള്ള 4 റക്അത്ത് റവാത്തിബില്ലേ, പിന്നെയുള്ള 4 റക്അത്ത് റവാത്തിബില്ലേ. മൻ ഹഫദ അലാ 40 ഖബല അൽ-ളുഹ്രി വ 40 ബഅദാ ഹറമഹുല്ലാഹു അലന്നാർ. ളുഹുറിന്റെ മുന്നിലുള്ള 4 റക്അത്ത് റവാത്തിബ്, പിന്നെയുള്ള 4 റക്അത്ത് റവാത്തിബ് ഒരാൾ അതേ പതിവായി നിസ്കരിക്കാണ്ട് കണ്ടെങ്കിൽ അവന്റെ തടിട അല്ലാഹു നരകത്തിലേക്ക് ഹറാമാക്കിയ ചൊന്നതാരാണ് മുഅ്മിനീങ്ങളെ? വഫീ കുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദുൻ ഇല്ലാ ഫീ ഖൗലി സ്വാഹിബി ഹാദൽ ഖബർ. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ചൊന്നുല്ലേ, എല്ലാ പലക്കം 100 ഒക്കെയല്ല, എല്ലാ പലക്കം 100 ഒക്കെയല്ല. ചില പലക്കങ്ങൾ തള്ളപ്പെട്ട പലക്കങ്ങൾക്കിട് എത്ര വലിയ ആളായെങ്കിലും അതിൽ ചിലത് എന്തിക്കിട് തിരുത്തുനായതിക്കിട്. അതേ ടൈമുലാ ഈ കബറിൽ കിടക്കണ മഹാനില്ലേ, നബിതങ്ങളെ കബറും ചൂണ്ടിക്കാണിച്ചിട്ടാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലേ, ഈ മനുഷ്യയുടെ പലകത്തിൽ ഒരു കളവുമില്ല, ഒരു തിരുത്തലുമില്ല. അത് സാദിഖുൽ മസ്ദൂഖാണ്, എക്കാലത്തും നേര് ചെന്ന നേതാവാണത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ളുഹുറിന്റെ മുന്നിലുള്ള 4 പിന്നെയുള്ള 4 പതിവായി നിസ്കരിക്കണോണു അല്ലാഹു അവന്റെ തടിക്ക് നരകം ഹറാമാക്കിയ ആ റവാത്തിബും നമുക്ക് എന്താക്കാ, നാവുലൊന്ന് നേർച്ചാക്ക. എങ്ങനെ? ഇന്നത്തെ ളുഹുറിന്റെ മുന്നിലുള്ള 4 റക്അത്ത് റവാത്തിബ്, പിന്നെയുള്ള 4 റക്അത്ത് റവാത്തിബ് നാണ് പടച്ച റബ്ബുകു നേർച്ചയാക്കിയ. സുബ്ഹാനല്ലാഹ്, 4 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കുമ്പോ 2 ഗൽവയാണ് കിട്ടിയോണ്ടുള്ളേ, 202 ഗൽവയാണ് കിട്ടിയോണ്ടുള്ളേ. 4 റക്അത്ത് റവാത്തിബിൽ ഞങ്ങൾ സമ്പാദിച്ചത് 140 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. പിന്നത്തെ 4 റക്അത്ത് റവാത്തിബിലും 140 ടോട്ടൽ 280 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. പടച്ച റബ്ബേ നീ കബൂലാക്കണോ അല്ലാഹ്. റഹിമല്ലാഹു അബ്ദൻ സ്വല്ല ഖബലൽ അസ്രി 4 റക്അത്ത്. അതേ ഒരു മനുഷ്യക്ക് അല്ലാഹു റഹ്മത്താക്കട്ടെ, പടച്ച റബ്ബുടെ കാരുണ്യം ചൊരിയട്ടെ. ആരാണ് ആ മനുഷ്യ? അസറിന്റെ മുന്നൊരു 4 റക്അത്ത് നിസ്കരിക്കട റവാത്തിബ് നിസ്കരിക്കട ആള്. സുബ്ഹാന ജല്ല ജലാലുഹു, അല്ലാഹുടെ റഹ്മത്ത് കിട്ടട്ടെ ചെന്ന് ദ്വാരക്കട ആൽമാരത്ര ആളുള്ളാറ്. ഐക്കുള്ള മാധ്യമമല്ലേ അസറിന്റെ മുന്നിലുള്ള 4 റക്അത്ത് റവാത്തിബ്. ആ റവാത്തിബും നേർച്ചാക്കെങ്കിലാ, മഗ്രിബിയുടെ മുന്നത്തെയും പിന്നത്തെ റവാത്തിബ് നേർച്ചാക്കെങ്കിലാ. പിന്നെ വേണ്ടത് തറാവീഹാണ് മുഅ്മിനീങ്ങളെ. എന്തൊരു വല്ലാത്ത ഫലമുള്ള തറാവീഹ്. ആ തറാവീഹിയുടെ ജമാഅത്തായി ഈ ലോകത്ത് നിലനിപ്പാട്ടി തന്ന നേതാവാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബാണ് തറാവീഹിയുടെ വേറെ സിംഗിൾ സ്വഹാബത്ത് നിസ്കരിക്കുന്നത് കണ്ടപ്പോ ഇതൊരു തർത്തീബ് പേന ചൊന്നിട്ട് സുബ്ഹാനല്ലാഹ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജമാഅത്ത് സ്ഥാപിക്കുന്നത്. അത് മുഖാന്തരമാണ് യൗമുൽ ഖിയാമത്തോട് തറാവീഹ് ജമാഅത്തായി നിസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വഹാബത്തുകൾ പലപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് ദുആർക്കുവാർ, നവ്വറല്ലാഹു ഖബ്റ ഉമർ, അല്ലാഹു ഉമറുടെ ഖബർ ബൽജാക്കി കൊടുക്കട്ടെ. കമാ നവ്വറ മസ്ജിദനാ ബിസ്വലാത്തി തറാവീഹ്. തറാവീഹ് നിസ്കാരം കൊണ്ട് ഞങ്ങളെ പള്ളികളെ ബൽച്ചാക്കിയ നേതാവാണ്. ആ നേതാവിടെ ഖബറും അല്ലാഹു ബൽച്ചാക്കി കൊടുക്കട്ടെ. ആ തറാവീഹ് സുബ്ഹാനല്ലാഹ്, അതും അണ്ടത്തെ തറാവീഹ് നേർച്ചാക്കുക തീർന്ന്. ഈ നേർച്ച ചൊല്ലത് മനസ്സുകൊണ്ട് നടക്കില്ല മുഅ്മിനീങ്ങളെ, നിയ്യത്താക്കിയത് കൊണ്ട് നേർച്ചാവില്ല. അങ്ങ് ശ്രദ്ധിക്കണോ, നാവുൽ ചൊവ്വെങ്കിലേ നേർച്ചാവിടെ. അങ്ങനെ അണ്ടണ്ട് നിസ്കരിക്കുന്ന തറാവീഹ് ഇല്ലേ, ആ തറാവീഹ് നിസ്കരിക്കുന്ന 1 മിനിറ്റ് മുന്നലു ഇണ്ടത്തെ 20 റക്അത്ത് തറാവീഹ് പടച്ച റബ്ബുക നിസ്കരിക്കുവാനാണ് നേർച്ചാക്കിയ ചൊന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് 20 ഗുണിസു 70 എത്രയാണ്? 1400 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്.
അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ ഇബാദത്തിലൊട്ടിക നല്ല താല്പര്യം വേണം, വല്ലാത്ത താല്പര്യം വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അബൂബക്കർ ശിബ്ലി റളിയല്ലാഹു അൻഹു ജുനൈദുൽ ബഗ്ദാദിയുടെ കൂടെ നിന്ന മഹാനാണ്. അബൂബക്കർ ശിബ്ലി റളിയല്ലാഹു അൻഹു പലപ്പോഴും ആ മഹാന്റെ ഭാഗ്യ ആൽമാർ ചൊല്ലലുള്ള ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുയുടെ ഭാഗ്യയും ചൊല്ലലുള്ള ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു റമദാനായി തീണ്ടുകണ്ടെങ്കിൽ പലപ്പോഴും കണ്ണുക സുറുമയിടലല്ല, കണ്ണുക ഉപ്പാണിയിട്ടേ വറക്ക് വൈഞ്ഞ് ഇബാദത്തെടുക്കുകയാണ്. മഹാന്മാർ ഇബാദത്തിൽ കാട്ടിയ മഹത്വമാണ് മുഅ്മിനീങ്ങളെ. ആ കാര്യം മഹാനായ ആൾ ആ ജുനൈദുൽ ബഗ്ദാദിട്ട് കേട്ടിട്ടാവുമ്പോ ഉസ്താദേ എന്ത് കാണിത്രയും അധ്വാനിക്കടേ, എന്ത് കാണിത്രയും അതേ വറക്ക് വിടേ. അപ്പോഴാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ചൊല്ലെ ഹാദാ ശഹറുൻ അല്ലമഹു റബ്ബി. ഈ തിങ്കൾ ഹാദാ ശഹറുൻ അല്ലമഹു റബ്ബി. നന്റെ റബ്ബ് ബഹുമാനിച്ച തിങ്കളാണിത്. അത് കണ്ടു ഫഅന ഔലാ ബിതഅദീമിഹി. നന്റെ റബ്ബ് ബഹുമാനിച്ച തിങ്കളല്ലേ ഇത്? നന്റെ ബാപ്പ ബഹുമാനിച്ച ആളെ നാളെ ബഹുമാനിക്കലില്ലേ? നന്റെ ഉസ്താദ് ബഹുമാനിച്ച ആളെ നാളെ ബഹുമാനിക്കലില്ലേ? എങ്കിൽ നന്റെ റബ്ബല്ലേ ഇത് ബഹുമാനിച്ചത്? എങ്കിൽ ആ ബഹുമാനം ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കണായ ആള് ആ റബ്ബുടെ അടിമയായ നാണാണ്. അതുകൊണ്ട് റമദാനിൽ നക്ക് ജാവനാറത്തില് വറക്ക് വേണ്ട. മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ജീവിതത്തെ ഇബാദത്ത് ഗിബേനായി പണയം വെച്ച മഹദിയാണ്. പലപ്പോഴും ചാവകി ഇങ്ങനെ തിരിഞ്ഞു നടക്കൂ, ദിക്റിലായി തിരിഞ്ഞു നടക്കൂ. പല ഔത്രയും ലൈറ്റ് ഓഫ് ആയത് കാണുമ്പോ, പല ഔത്രയും ബെൽക്കറിങ് കെട്ടതായി കാണുമ്പോ, ആൽമാര കൂർക്കട സൗണ്ട് കേൾക്കുമ്പോ മഹദി ഇങ്ങനെ പാടി നടക്കൂ, പാടി നടക്കൂ. അജബലിൽ മുഹിബ്ബി കൈഫ യനാമു വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. നക്കൽബുധമായോണ്ടുണ്ടു പടച്ച റബ്ബുടെ സ്നേഹിക്കട ചെന്നു നടക്കട എത്ര മാൽമാർ കിടന്നുറങ്ങിയോണ്ടുള്ള യഥാർത്ഥത്തിൽ അല്ലാഹുടെ മഹബ്ബത്ത് മനസ്സിൽ കേറിയോണു. എവിടെയാണ് വർക്ക് പണ്ടേ? മുഅ്മിനീങ്ങൾ ഇത് ചൊല്ലുമ്പോൾ അത്ഭുതപ്പെടണ്ട. ഞങ്ങളെ റായത്തിൽ എത്ര ആൽമാരുള്ളാറ് അന്യ പെണ്ണുമായി ബന്ധം വെക്കിടങ്ങ, കാമുകിയുമായി ബന്ധം വെക്കിടങ്ങ. ഔണ്ടൊട്ടികൊന്ന് കേക്കറൂ. ഇന്നലെ ജാവുകണീന് ഉറങ്ങിടയില്ല. എന്തേ? നന്റെ പ്രേയസിട്ട് മുണ്ടുകിന്ത് ചാട്ടാകുകിന്തി ജാവുകുറക്ക് കറയുടെ ആൽമാരാണ് മൊഹിബീങ്ങ. ഒരു പെണ്ണുടൊട്ടികയുള്ള താൽക്കാലം പ്രേമത്തിന്റെ പേരില് ഉറക്ക് കളയുക മനസ്സ് കാട്ടിലെ ബാലക്കാരുമാരെ. ഇത് പ്രേമം ശാശ്വതമായ പ്രേമമാണ്, ആഖിറത്തെ വെളിച്ചം കാട്ടിലെ പ്രേമമാണ്. നമുക്കെല്ലാം എല്ലാം തന്റെ റബ്ബുടൊട്ടിയുള്ള പ്രേമമാണ്. നാണ് കേക്കട്ട മുഅ്മിനീങ്ങളെ. ഒരാള് ഞങ്ങളൊട്ടിക്ക് ചന്തു, ഓ മോനെ നാലുകും നീനൊരു അരഗണ്ട പണിയെടുത്തെങ്കിൽ മൈ നിക്കനാണ് തിങ്കളാവുമ്പോ 10 ലക്ഷം ശമ്പളം തണ്ട്, അല്ലെങ്കിൽ 1 crore ശമ്പളം തണ്ട്, അല്ലെങ്കിൽ 10 crore ശമ്പളം തണ്ട്. എങ്കിൽ ആ മുതലാളിയൊട്ടിയുള്ള ബന്ധം എത്രയിക്കൂ? ആ മുതലാളി പിന്നെയും പിന്നെയും ജീവിക്കുകയല്ലേ? ഞങ്ങൾ ദ്വാരക്കിടെ എന്തേ? ഓരോ തിങ്കളും അക്കൗണ്ട് ക്രെഡിറ്റ് ആയോണ്ടുള്ള 10 ലക്ഷമാണ്, 1 കോടിയാണ്. എന്തികി ഒരു 4 അരഗണ്ട മാത്രം സ്വറവുള്ളേ, പിന്നത്തെ അതേ 23 ഗണ്ടയും ഫ്രീ ആണ്. എന്തൊരു നല്ല ഡ്യൂട്ടി മുഅ്മിനീങ്ങളെ. ഇത് കേൾക്കുമ്പോ പലർക്കും ആശയാവും, പക്ഷേ ലോകത്തിൽ അങ്ങനെ നടക്കില്ല മുഅ്മിനീങ്ങളെ. 10 ലക്ഷം ശമ്പളം എടുക്കണോണ് 24 ഗണ്ടയില് 20 ഗണ്ടയും അതേ സ്വറെടുക്കാനായിട്ട് വരൂ. ഉദാഹരണ കാണുന്നാണ് ചൊന്നേ. അതേ ടൈമില് പടച്ച റബ്ബാ 10 ലക്ഷം തിങ്കളാവുമ്പോ തന്റെ
ഒരു കോട്ടിയാ തിങ്കളാവുമ്പോ തണ്ട് ഇണ്ട് വലിച്ച ശ്വാസം എത്ര ഇണ്ട് ഞങ്ങളെ തടിയിൽ പമ്പായ രക്തം എത്ര ഇണ്ട് ഞങ്ങളെ തടിയിൽ കിഡ്നി വർക്കാക്കിയ വർക്കിംഗ് എത്ര ഞങ്ങളെ കർലിങ് വർക്കാക്കിയ വർക്കിംഗ് എത്ര ആ പടച്ചറപ്പുടെ ബഗ്ഗൊരു ബോധം ഞങ്ങളെ മനസ്സിൽ വന്നെങ്കിലാ അതുപോലെയുള്ള മഹാന്മാരായി ഞങ്ങൾ തീർറാ ഞങ്ങളെ കൽബിലത് കടന്നുപോയിട്ട് ഞങ്ങളത് നാവിൽ മാത്രമേ വന്നുപോയിട്ട് പടച്ച റബ്ബേ യഥാർത്ഥ അനുഭവം അനുഭൂതി ഞങ്ങൾക്ക് നീ തരണു അല്ലാ നിന്റെ അറിഞ്ഞ് ജീവിക്കടെ മിനിമം നിക്ക് ദോഷാക്കാണ്ട് ജീവിക്കടെ ജീവിതം ഞങ്ങൾക്ക് നീ തരണു അല്ലാ ഉമ്മമാരെ ഇബാദത്തിനൊട്ടിಗೆ വല്ലാത്ത താല്പര്യം കാട്ടണം ഒരു മടിയും ആ വിഷയത്തിലേക്ക് തീറ സുന്നത്ത് ബുദ്രത്തിൽ അതേ സുന്നത്ത് ബുദ്ര വിഷയത്തിൽ ആദത്തിക്ക് തീറ സുന്നത്തിനൊട്ടിಗೆ വല്ലാത്ത പ്രാധാന്യത്തെ കൊടുക്കുന്ന ഉമ്മമാരായി തീരണം ഞങ്ങളെ രായത്തിനൊരു പള്ളി പറകു പോണ്ട് ചെറിയ പള്ളിയാണ് അത് നിങ്ങൾക്ക് ജമാഅത്ത് പറകുള്ള പള്ളിയല്ല ഞങ്ങളെ രായത്തിൽ പലരും ഇങ്ങനെ കടന്നു പോകുമ്പോ സിയാറത്തുക പറയുമ്പോ എത്രമാ ഉമ്മമാർക്ക് നിസ്കരിക്കുള്ള ജാഗാണത് മൻ ബനല്ലാഹു ബനാലില്ലാഹി ബൈതൻ ബനല്ലാഹു ബൈതൻ ഫിൽ ജന്നാ അല്ലാഹുവിന് വേനായി ഒരു കേന്ദ്രം നിർമ്മാണാക്കുള്ള പ്രയത്നം ഒരാൾ നടത്തുക അല്ലെങ്കിൽ പല ആൽമാർ നടത്തുറാ എങ്കിൽ കൂടിയ സകലർക്കും അല്ലാഹു അവനുകതേ സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുടാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഉമ്മമാരില്ലേ പെങ്ങന്മാരില്ലേ സിയാറത്തുക പണ്ട് ഉമ്മമാർക്കും പെങ്ങന്മാർക്കും നിസ്കാരം ഖളാവാണ്ടിക്കൂ നിസ്കാരം ടൈമുക നിസ്കരിക്കൂ നല്ലൊരു ജാഗത്തിലൊരു ബിൽഡിംഗ് പറകു പോയോണ്ടുണ്ടു സ്ക്വയർ ഫീറ്റ് 250 രൂപ മാത്രമാണുള്ളേ നിങ്ങളെ കയ്യിൽ കവരങ്ങ പറയുമ്പോ നല്ല നീയത്തിൽ നിങ്ങൾ ഏറ്റെടുക്കണോ അല്ലാഹുവിനായിട്ടാണ് അത് ഏറ്റെടുക്കണായ അല്ലാഹു ഞങ്ങളെ സകല ഹലാലായ മുറാദും ഹാസിലാക്കി തരട്ടെ നല്ലേക്ക് കൂടെയുള്ള അവസരങ്ങൾ പറയുമ്പോ അവിടെയെല്ലാം പാരിയെത്തിപ്പെടുള്ള പ്രയത്നം നടത്തണോ അല്ലാഹുടെ വിഷയങ്ങൾ പറയുമ്പോ ദീന്റെ വിഷയങ്ങൾ പറയുമ്പോ പാരി എത്തിപ്പെട്ട ആൽമാരില്ലേ നാളെ ആഖിറത്തിൽ ഏറ്റവും പട്ടിക നിൽക്കുന്ന ആൽമാരാണ് പരിശുദ്ധമായ ഖുർആനാണ് അത് പരിപാടി തന്നരേ ഒരു യുദ്ധ തരണാങ്കണത്തിൽ നിൽക്കുമ്പോ സ്വഹാബത്തിൽപ്പെട്ട ഒരാള് സുബ്ഹാനല്ലാഹ് ലൈൻ തപ്പാട്ടി വന്നോണ്ടുണ്ട് നബി തങ്ങൾ കേട്ടിട്ട് മോനെ എന്റെ ഇടയ്ക്കിടയ്ക്ക് നീ ലൈൻ തപ്പാട്ടേ ഒന്ന് ലൈനിൽ നിണ്ട് കൂടെ ഓ നബിയേ സ്വർഗത്തൊട്ടിക്കുള്ള ആർത്തി മനസ്സിൽ വന്നു പോയിട്ട് ആ സ്വർഗത്ത് കടക്കണ ചൊല്ല ആഗ്രഹത്തിലാണ് നാണിങ്ങളെ ലൈന തപ്പാട്ടി എതിരെതിരെ വന്നോണ്ടുള്ളേ സുബ്ഹാനല്ലാഹ് യുദ്ധം തുടങ്ങലോട് കൂടെ യുദ്ധരണാങ്കണത്തിൽ അതേ നടുഭാഗത്ത് അതേ ആ മനുഷ്യൻ പാരി പോയിട്ട് ഷഹീദായിട്ട് ആ മഹാൻ സ്വർഗത്തിൽ എത്തിപ്പെട്ടിട്ട് മുഅ്മിനീങ്ങളെ സ്വഹാബത്ത് എത്ര താല്പര്യമാണ് നല്ല കാര്യത്തിൽ മുന്നിൽ വേണ്ടത് സകല സ്വഹാബത്തിനിടയിലും ആ വിഷയത്തിൽ കോമ്പറ്റീഷൻ ആണ് നബി തങ്ങളെ ജമാഅത്ത് നടക്കുമ്പോ ആ ജമാഅത്ത് നാൻ മുന്നിൽ ചെന്നിട്ടു തർക്കം പിടിച്ചോണ്ടിരുന്ന സ്വഹാബത്ത് എത്ര നബി തങ്ങളൊന്ന് ഉളുവാക്കുന്നുണ്ടെങ്കിൽ ആ ഉളുടെ തന്നെടുക്കുള്ള തർക്കം എത്ര നബി തങ്ങളൊന്ന് തുപ്പി കൊടുത്തെങ്കിൽ ആ തുപ്പിക്ക് കൈ കാട്ടുള്ള തർക്കം എത്ര സ്വഹാബത്ത് ചെറിയതും വലിയതും എല്ലാത്തിലും വല്ലാതെ താല്പര്യം കാട്ടിയാറും പടച്ച റബ്ബിനോട് എപ്പോഴെങ്കിലും വർഷത്ത് ഒരു വാക്യം തരുമ്പോ അതിൽ ഏറ്റവും വലിയ താല്പര്യമുള്ള ആളായി നിങ്ങൾ തീരണം അല്ലാഹു തൗഫീഖ് തരട്ടെ എത്ര സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കുക തീറാ അത്രയും ഏറ്റെടുത്തിട്ട് ഇവിടെ നടത്തുന്ന ഞങ്ങളെ ആലിമീങ്ങളെ ശക്തിപ്പെടുത്തണോ ഞങ്ങളെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹം കൊടുക്കണോ അല്ലാഹു തൗഫീഖ് തരട്ടെ മുഅ്മിനീങ്ങളെ നമ്മുടെ പ്രസംഗം നിപ്പാട്ടിയോണ്ട് മണ്ണിപ്പാട്ടറ അവസാനമായി ഇബാദത്തിനൊട്ടിക്കുള്ള വല്ലാത്ത താല്പര്യം ചൊല്ലുമ്പോ ഏറ്റവും വലിയ ഇബാദത്ത് ഏതാണ് മുഅ്മിനീങ്ങളെ
ഏറ്റവും നല്ല ഇബാദത്ത് ഏതാണ്? നിസ്കാരത്തെ കൂട്ടത്തില് പടച്ചറബ് ഉത്തരം തന്റെ പടച്ചറബ് ഞങ്ങളൊട്ടിക്ക് കാരുണ്യത്തെ നോട്ടം ചെയ്യടേ. ഏറ്റവും നല്ല നിസ്കാരം ഏതാണ്? ആ നിസ്കരിക്കുന്ന ടൈമാ. എല്ലാ നാളും ദ്വാഅത്ത് ഉത്തരമുള്ള ടൈമാണ്. അതേ ടൈമില് ബാക്കി ടൈമുകളെ കുറിച്ച് ആലപിതങ്ങൾ പ്രത്യേകം ചൊന്നൊരു വലിയ ആശാസർക്ക് ദ്വാർക്കൊരു എന്ത് അതിലൊരു ടൈമുണ്ട് ദ്വാഅത്ത് ഉത്തരം കിട്ടുന്ന ടൈമു. പൊതനാശാസർക്ക് നിങ്ങൾ ദ്വാർക്കൊരു എന്തേ പൊതനാശാസർക്കും ദ്വാഅത്ത് ഉത്തരം കിട്ടുന്ന ടൈമുണ്ട്. അതേ ടൈമുല എല്ലാ നാളും ഉത്തരം കിട്ടുന്നൊരു ടൈമുണ്ട്. ഏത് ടൈമാണത്? നബിതങ്ങൾ ജനിച്ചു പോകുന്ന ടൈമാണ്. അത് സഹരിന്റെ ടൈമാണ്. ആ ടൈമിലുള്ള നിസ്കാരമുണ്ടല്ലേ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കണ്ട് അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, ഫർള് നിസ്കാരത്തിൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള നിസ്കാരമാണ് ജാവുകൊന്ന് കിടന്നുറങ്ങി നിസ്കരിക്കുന്ന നിസ്കാരം. റകഅതാനി ഫീ ജൗഫിൽ ലൈലി തുകഫിറാനിൽ ഖതായാ. 2 റകഅത്ത് നീ നിസ്കരിക്കടേ എങ്കിൽ കഴിഞ്ഞുപോയ ദോഷങ്ങൾ പൊറുക്കുക. 2 റകഅത്ത് നിസ്കാരം. ബിലാൽ ഇബ്നു റബാഹയുടെ മുട്ടം വിളിച്ചിട്ട് നബിതങ്ങൾ ഉപദേശിച്ച ആദ്യത്തെ ഉപദേശമാണ് അലൈക്കും ബിഖിയാമിൽ ലൈൽ. ബിലാലെ കൂടിയിട്ടുള്ള സ്വഹാബത്തെ ജാവുകഞ്ചി നിസ്കരിക്കരുതെന്ന് പതിവാക്കൂ. എന്തേ കാരണം? ഫഇന്നഹു ദഅബുസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ റൂട്ടീനാണത്. നക്ക് സ്വാലിഹീങ്ങളിൽ പെടണു ദ്വാർന്നെങ്കിൽ മയ്യാവല. അങ്ങളെ ചെറിയ ആദത്തെങ്കിലും ജീവിതത്തിൽ കൊമ്പറണു. അങ്ങളെ ഏറ്റവും നല്ല ആദത്താണ് ജാവുകൊന്ന് കിടന്നുറങ്ങെങ്കിലാ സുബഹി ബാങ്കാവിടെ വന്നൊരു 2 റകഅത്ത് നിസ്കരിക്കാത്ത സ്വാലിഹീങ്ങ ഇല്ല. ഖുർബത്തുൻ ഇലല്ലാഹ്, പടച്ച റബ്ബുക്ക് വല്ലാണ്ട് അടുപ്പിക്കുന്ന നിസ്കാരമാണത്. വമിൻഹാതുന്നനിൽ ഇസ്മി, നിന്റെ ജീവിതത്തിൽ വേണ്ട ദോഷങ്ങളെ തടയുടെ നിസ്കാരമാണത്. വമഗ്ഫറത്തുൽ ലിസ്സയ്യിആത്ത്, നിന്റെ ദോഷങ്ങളെ പൊറുക്കടെ പ്രായശ്ചിത്തമാണ് ആ നിസ്കാരം. വമതുറദത്തുൽ ലിദ്ദായി അനിൽ ജസദ്, നിന്റെ തടിക്ക് വേണ്ട രോഗങ്ങൾ ഇല്ലാണ്ടാക്കട നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മഖ്തൂം റളിയല്ലാഹു അൻഹു ജുഹഫത്തിൽ നിൽക്കുന്ന ടൈമില് നബിതങ്ങൾ കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു മഖ്തൂം കേട്ടില്ലേ, മോനെ അബ്ദുല്ലാ നിക്ക് നല്ല ബ്രീസറെ നനപ്പാവുടാ, നല്ല ബ്രീസറെ അനുഭവാവുടാ, നല്ല കാത്ര അനുഭവമാവുടാ. ആ മഹാൻ ചൊന്നുല്ല നബിയെ, നക്കിപ്പതേ അനുഭവമായോണ്ടുണ്ട് നബിയെ, നല്ലൊരു കാത്തിനുണ്ട് തടിക്കടിച്ചുകൊണ്ടുണ്ട് നബിയെ. നബി തങ്ങളപ്പോ ചൊന്നുല്ലേ, മോനെ ഇത് അത്താളത്തൊരു കാത്താണ്, ഈ കാത്തുക വല്ലാത്ത മഹത്വമാണ്. ആ കാത്തിന് മഹത്വം എന്തിനെ കൊണ്ടുണ്ടാ? ആ കാത്തടിച്ച് തടിക്ക് രോഗങ്ങൾ കൊരടിയാണ്. അതുകൊണ്ടാണ് പല ഡോക്ടർമാരും വാക്കിങ്ങും ജാഗിങ്ങും ആക്കുക ചൊല്ലെ നിങ്ങൾ വെള്ളമന്ത് കൊന്ന് പറത്തു പോറുണ്ടാണ്. കാരണം ആ ടൈമിലുള്ള കാത്തുങ്ങയില്ലേ മനുഷ്യരുടെ ആരോഗ്യത്തെ വല്ലാണ്ട് കാത്തു സൂക്ഷിക്കുന്ന കാത്തുങ്ങാണ് മുഅ്മിനീങ്ങളെ. നിങ്ങൾ നോക്കൊരു ഏത് പേഷ്യന്റും ഏത് രോഗിയും ഒരു സമാധാനിക്കുന്ന ഒരു ടൈമുണ്ട്, അത് സുബഹിയുടെ ടൈമാണ്. മുഅ്മിനീങ്ങളെ, നബിതങ്ങൾ 1400 വർഷം മുന്നൊരു വാക്കിങ്ങും ജാഗിങ്ങും ഇല്ലാത്ത കാലം, വൈദ്യകീയ ജഗത്തു വിലയാത്ത കാലം. ആ കാലത്തിലാണ് നബിതങ്ങൾ ചൊല്ലെ വമതറദത്തുൽ ലിദ്ദായി അനിൽ ജസദി, തടിക്കുള്ള രോഗത്തെ തടയുടെ സാധനമാണ് 2 റകഅത്ത് ഖിയാമുൽ ലൈൽ. ചാവുകഞ്ചി നിസ്കരിക്കരുത്. ആ നിസ്കരിച്ച ഫലം പലരും കണ്ടില്ലേ മുഅ്മിനീങ്ങളെ, പലരും കണ്ടില്ലേ. ജുനൈദുൽ ബഗ്ദാദി കണ്ടില്ലേ, സുഫിയാനു സൗരി സംഭവം ചെന്നുണ്ട് പലക്കം നിപ്പാട്ടത്. അതേ മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടാൽ പിന്നെ സുബ്ഹാനല്ലാഹ് ശിഷ്യന്മാരിൽ ഒരാൾക്ക് മഹാന്റെ കിനാബ് കണ്ട്. എന്നിട്ടതേ ആ ശിഷ്യനായ ആള് ഉസ്താദിനെ വിളിക്കുമ്പോ ചൊല്ലു കൈഫ ഹാലുക യാ അബാ സഈദ്, അയാളുടെ സ്ഥാനപ്പേരാണ് അബാ സഈദ്. അബാ സഈദേ നിങ്ങൾ എങ്ങനെ ഉള്ളാറ്, നിങ്ങളുടെ അവസ്ഥ എങ്ങനെ ഉണ്ട്, നിങ്ങളുടെ ഖബർ ജീവിതം എങ്ങനെയുണ്ട് ചൊല്ല ക്വസ്റ്റൻ വന്നിട്ടാവുമ്പോ അതിന് അതേ മഹാൻ ഉത്തരം തന്നില്ല. എന്നിട്ട് മഹാൻ ചന്തു ലൈസ ഹാദാ സമാനൽ കുനാ, ഇത് സ്ഥാനം പേര് വിളിക്കണ
വെയിറ്റിയുടെ കാലമല്ല, ഒറ്റപ്പെട്ട ജീവിതമാണ്, ഖബറിന്റെ ജീവിതമാണ്. അബൂ സഈദ് ചൊല്ലിയ സ്ഥാനപ്പേര് ബല പോവാത്ത ത്യാഗമാണിത്. പക്ഷേ ഒരു കാര്യം കൊണ്ട് നന്റെ റബ്ബ് നന്നെ രക്ഷപ്പെടുത്തിയ ഏതാണ് ആ കാര്യം? അതേ ഖിയാമുൽ ലൈലാണ്. ചാവുകഞ്ച് ഒരു നാളും നക്ക് തഹജ്ജുദ് മിസ്സാവലില്ല. അതേ പടച്ച റബ്ബ് നണ്ടൊട്ടികനാണ്. നന്റെ മരണം അതേ സംഭവിച്ചപ്പാ റബ്ബിനെ നക്ക് കാണുക സാധിച്ച്. നദർതു ഇലാ റബ്ബി യാനൻ ഫഖാല ലീ ഹനിഅൻ റിളാഇ അൻക യബ്ന സഈദി ലഖദ് കുൻത ഖവാമൻ ഇദൽ ലൈലു ഖദ് ജാ ബിഅബ്റാതി മുസ്താഖിൻ വഖൽബിൻ നമീദി ഫദൂനാക ഫഖ്തർ അയ്യ ഖസ്റിൻ തുരീദുഹു വസുർനി ഫഇന്നി അൻക ഗൈറു ബഈദി. നണ്ട ഓർത്ത് കൽബ് പൊട്ടിയിട്ട് പാതിജാബ് കഞ്ചി നിസ്കരിച്ച ആളല്ലേ ഇബ്നു സഈദ്. സുഫിയാനെ നീ പാതിജാബുകൾ നണ്ട ഓർത്തു നന്റെ മഹബത്ത് വെച്ച് നിസ്കരിച്ച ആളല്ലേ നീ. സർവ സ്വഹാബത്തുമാരൂട്ട് സ്വീകരിച്ച ആൾമാരാണ്. സുബഹിയാവുമ്പോ ആൽമാരമൊന്നലും നല്ല തെളിഞ്ഞ മുഖമായി പണ്ട സ്വഹാബത്ത് ഞങ്ങളെ കാണുമ്പോ ജാവുക നല്ല കിടന്നുറങ്ങിങ്ങളെ പോലെ കണ്ടോണ്ടിന്ത്. അത്രമാത്രം ഉല്ലാസം സ്വഹാബത്തിന്റെ മുഖത്തിൽ ഇന്ത്. യഥാർത്ഥത്തിൽ സ്വഹാബത്ത് കിടന്നുറങ്ങളില്ല. തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. സർവ സ്വഹാബത്തുറയും സദഖ നടന്നുകൊണ്ടിന്ന് ആരാരും കാണാത്ത പാതിജാവുകാണ്. ആ ജാവുകൻ ചങ്ങാതെ പാപത്തങ്ങളെ സഹായിച്ചോണ്ടിന്നാറ്. അതൊരൊട്ടികമാ അങ്ങ് കിടന്നെങ്കിൽ കിടത്തം വരലില്ല, ഉറക്ക് വരലില്ല. പടച്ചുറപ്പുരട്ടുകയുള്ള മഹബത്ത് കൊണ്ടിട്ട് ഞങ്ങളെ മനസ്സൊന്ന് പിടച്ചു പോയിട്ട് ഉറക്ക് പറകു കൽബുൽ വല്ലാത്ത പേടി വന്നു പോയിട്ട്. അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജാ. ഒരു മുഅ്മിന്റെ അവസ്ഥ അങ്ങനെയല്ലേ മുഅ്മിനീങ്ങളെ? നമുക്കാർക്കും എപ്പോഴും ധൈര്യം ചൊല്ലുകില്ലല്ലേ, നമുക്കാർക്കും എപ്പോഴും ധൈര്യം കുറവാകുമില്ലല്ലേ. നന്റെ റബ്ബ് പ്രതീക്ഷിക്ക്, നന്റെ റബ്ബ് രക്ഷപ്പെടുത്തുവാ ചൊല്ലെ പ്രതീക്ഷയിലല്ലേ സകല മുഅ്മിനീങ്ങളും ജീവിക്കടേ. നന്റെ റബ്ബ് ചിലപ്പോൾ നന്റെ കൊടുക്കുവാന ചൊല്ലെ പേടിയിലല്ലേ പല മുഅ്മിനീങ്ങളും ജീവിക്കടേ. അതുപോലെയല്ലേ ജീവിക്കാനായത്. മുഅ്മിനീങ്ങളെ പാതിജാവ് കെഞ്ചിട്ട് ജണ്ടക്കാത്ത് നിസ്കരിച്ച കാരണം കൊണ്ട് സുഫിയാനു സൗരിയിട്ട അല്ലാഹു കൊടുത്ത നല്ല ഓഫറാണ്. ഫദൂനാക ഫഖ്തർ അയ്യ ഖസ്റിൻ തുരീദുഹു വസുർനി ഫഇന്നി അൻക ഗൈറു ബഈദി. സുഫിയാനെ നന്റെ പ്രേമിച്ച ആളാണ്, നന്റെ പേടിച്ച ആളാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ള കൊട്ടാരം തിരഞ്ഞെടുക്കറു, ഇഷ്ടമുള്ള പാലേസ് തിരഞ്ഞെടുക്കറു. നാണ് നിങ്ങളെ മുട്ടാണ്, ദൂരമല്ല. ജീവിതത്തിൽ പ്രവർത്തിക്കുള്ള തൗഫീഖ് നീ തരണു അല്ലാ, ഭാഗ്യം തരണു അല്ലാ. നിന്റെ മഹാന്മാരിൽ പലരും അതേ ഒരാളുകൾ തഹജ്ജുദ് നിസ്കരിക്കുക തീരാത്തതിന് കാരണം ചൊല്ലുമ്പോ എല്ലാ മഹാന്മാരും ചൊന്നത് ജീവിതത്തിൽ മഅസിയത്താണ്, ജീവിതത്തിൽ പടച്ചുറപ്പുരട്ടിയുള്ള തപ്പുകാണ്. അത് മനുഷ്യരെ സുബഹി ഗണിക്കുകപ്പെടല. ഇങ്ങനെയാണ് പലരും പടിപാടി തന്നത്. അല്ലാ ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ ദോഷവും നീ പുറത്തു തന്നിട്ട് നിന്റെ അതേ നല്ല റജാവും ഖൗഫും നമുക്ക് നീ തരണു അല്ലാ. ഉടക്കിടക്കിടെ മഹാന്റെ മദതും ഉടക്കിടക്കിടെ മഹാന്റെ നദറും നമുക്ക് നീ തരണു അല്ലാ. ഉടക്കിടക്കിടെ മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സ് നീ വിശാലമാക്കി തരണു അല്ലാ. നിന്റെ ഒട്ടികയും നിന്റെ സർവ്വ സാലിഹീങ്ങളൊട്ടികയും നല്ല മഹബത്തുള്ള ഖൽബ് നീ തരണു അല്ലാ. നല്ല സ്വഭാവങ്ങൾ തരണു അല്ലാ. സങ്കടങ്ങായി തെക്കട പല മുഅ്മിനീങ്ങ ഉള്ളാറ് അങ്ങളെ സകല സങ്കടങ്ങൾ നീ തീർത്തു കൊടുത്തിട്ടു അങ്ങളെ ഏറ്റവും വലിയ ടെൻഷൻ നീ ആഖിറമാക്കണു അല്ലാ. ഖബറുടെ ജീവിതമാക്കണു അല്ലാ. ആ
ആ ടെൻഷനിലായി നിന്റെ എല്ലാ ദുനിയാവിലെ ടെൻഷനും തീർന്നു പോയിട്ട് ആഖിറം മാത്രം പ്രധാനമായി കണ്ടിട്ട് നിന്റെ ഒട്ടിಗೆ ഏറ്റവും അടുക്കട സാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണോ അല്ലാഹ്. ഇതിക്ക് സഹായിച്ച് സഹകരിച്ച് സകല മുഅ്മിൻ മുഅ്മിനാത്ത് നീ ആഖിറത്തിൽ സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണോ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ്. അപ്പോ ദൂരദർശൻ എല്ലാവരും മുട്ട വരും. ഞങ്ങൾ ഇന്ന് ദ്വാരന്നിട്ട് പിരീഡതാണ്. പിന്നെ മൂഴെടുക്കത്തേക്ക് നാണ് വന്ന സ്ഥിതിക്ക് നക്ക് കുറേ കാര്യം കൂടിയാവും. ഇവിടെ പോകുമ്പോൾ കുറേ ദോഷം കണക്ക് പുറത്ത് കിട്ടും. അതിലൊട്ടിക്ക് മുഅ്മിനീങ്ങളൊട്ടിക്കുള്ള മഹബത്ത് അത് കൂടണം. അതുക്കുള്ള ഏറ്റവും നല്ല മാധ്യമമാണ് മുസാഫഹത്ത്. അത് നിങ്ങ നല്ലയ്ക്ക് പനായിട്ട് എല്ലാവരും ആക്കും. അല്ലാണ്ട് നാണ് തങ്ങള ഔലിയ വലിയൊരു ആലിമ ഒന്നുമല്ല. നന്റെ ദോഷങ്ങൾ പുറത്ത് കിട്ടും, നക്ക് മഹബത്ത് നിങ്ങളൊട്ടിക്ക് കിട്ടും. അതുക്കുള്ളൊരു തെരുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പായിട്ട് തന്ന മുസാഫഹത്ത്. എല്ലാവരും എതിർ പറഞ്ഞു ഇൻഷാ അല്ലാഹ് അവസാനം മുസാഫഹത്താക്കിയിട്ട് പിരിയണം. ഒട്ടിಗೆ ഉടേ എടുക്കുക പോണ്ടേ. പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കുള്ളൊരു സൗകര്യത്തെ പള്ളി അത് ഈ റായത്തെ പെണ്ണുങ്ങൾക്ക് ജമാഅത്തുക വറകുള്ളതല്ല. വന്നിട്ട് കുടുങ്ങിയപ്പ സിയാറത്തുക വന്നിട്ട് നിസ്കരിക്കുക ടൈം ആയിട്ട് കലാവിടെ കുടുങ്ങിയപ്പ നിസ്കരിക്കുള്ളൊരു സൗകര്യമാണത്. അപ്പൊ അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങൾക്ക് സഹായിക്കണം. ഈ മജ്ലിസ് ഇപ്പോൾ വഅദും ഇൽമും ചെന്ന മജ്ലിസ് അല്ലേ, അല്ലാഹു അത് സ്വീകരിക്കട്ടെ. ഈ മജ്ലിസ് നല്ല നിയ്യത്താക്കി ഒരു 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കട്ടെ. ഏതെങ്കിലും നല്ല മുഅ്മിനീങ്ങ എന്നെങ്കിൽ ഒന്ന് ചൊന്നെങ്കിൽ വലിയ റാഹത്താവും. അല്ലാഹു ബർക്കത്താക്കട്ടെ. തുടക്കം ചൊല്ല ആൽമാർക്ക് വലിയ പദവികൾ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും തരട്ടെ. അപ്പൊ ഏതെങ്കിലും ഒരു മുഅ്മിനീങ്ങ ഏതെങ്കിലും ഈ മജ്ലിസിലുള്ള സദസ്സിലുള്ള നല്ല സ്വാലിഹീങ്ങൾ ഒരു 10 സ്ക്വയർ ഫീറ്റ് 2500 മാത്രമാണ് അവിടെ. യൗമുൽ ഖിയാമ തോലും അവിടെ നിസ്കരിക്കിടങ്ങളെ, ഇബാദത്ത് കിടങ്ങളെ, ദിക്ർ ചൊല്ലങ്ങളെ, സ്വലാത്ത് ചൊല്ലങ്ങളെ എല്ലാ പുണ്യം അതൊരു ഒരു ഭാഗം അല്ലാഹു നമുക്ക് തണ്ട. ഈ പള്ളി കെട്ടിയാളുടെ ഭാഗ്യം നോക്കൂ. നിങ്ങൾ എത്ര മുതഅല്ലിമീങ്ങളാണ് നിസ്കരിക്കണേ. ഈ സ്ഥാപനക്ക് സഹായിച്ച ആൽമാറെന്ന് നോക്കൂ. എത്ര മുതഅല്ലിമീങ്ങളാണ് അതിൽ പഠിക്കണേ. എന്തൊരു ഭാഗ്യം, എന്തൊരു ഭാഗ്യം. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്. ഞങ്ങളെ ഹാരിസ് സഖാഫി ഉസ്താദ് 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തൊരു പടച്ച റബ്ബേ മുഖറബീങ്ങളെ കൂട്ടത്തിൽ നീ പെടുത്തണു റഹ്മാനെ. അയാളെ ഈ സദഖം നീ സ്വീകരിക്കണു റഹ്മാനെ. അയാളെ ദുനിയവിയായ ദീനിയായ ഉഖ്റവിയായ ആവശ്യങ്ങളെല്ലാം നീ പൂർത്തിയാക്കി കൊടുക്കണു റഹ്മാനെ. അദ്ദേഹത്തെയും അദ്ദേഹത്തെ കുടുംബത്തിൽ വലിയ ബർക്കത്തും ഐശ്വര്യവും ഇസ്സത്തും നീ പ്രദാനം ചെയ്യണു റഹ്മാനെ. ഇനി ആരെങ്കിലും മുഅ്മിനീങ്ങളെ നല്ല ദുആക്ക് ഉത്തരം കിട്ടുന്ന മജ്ലിസാണിത്. ഞങ്ങളെ പവറല്ല ഈ മജ്ലിസ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടി തന്ന ഇൽമുങ്ങ ഹദീസുങ്ങ ഖുർആൻ ചൊന്ന മജ്ലിസാണ്. എന്തുകൊണ്ടും ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാണ്. പടച്ച റബ്ബേ ആ മജ്ലിസുകളെ കൂട്ടത്തിൽ നീ പെടുത്തണു റഹ്മാനെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇനി ആരെങ്കിലും ഉള്ളാറുണ്ട് കണ്ടെങ്കിൽ എത്ര പേർക്ക് ചൊല്ലണു ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ദുആ നടത്തിട്ട് ഞങ്ങൾ പിരിയാം. ആരെങ്കിലും ഉള്ള മുഅ്മിനീങ്ങളെ അൽഹംദുലില്ലാഹ്. സിദ്ദീഖ് മദനി മാഷാ അല്ലാഹ് 5 സ്ക്വയർ ഫീറ്റ് 2,000 പാതി 1250 അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. പടച്ച റബ്ബേ ആ കുടുംബത്തിന് നീ നല്ല ഇസ്സത്ത് കൊടുക്കണു റഹ്മാനെ. നല്ല ഐശ്വര്യം കൊടുക്കണു റഹ്മാനെ. നല്ല സമാധാനം കൊടുക്കണു റഹ്മാനെ. ആക്കടെ ആ സേവനയിൽ വലിയ ബർക്കത്ത് നീ കൊടുക്കണു റഹ്മാനെ. മനസ്സിന് നല്ല സമാധാനം കൊടുക്കണു റഹ്മാനെ. ആ കുടുംബത്തെ നീ കാക്കണു റഹ്മാനെ. അൽഹംദുലില്ലാഹ്. വലിയ സന്തോഷം. ഉസ്താദുമാർ ഇങ്ങനെ മുന്നിട്ട് വന്നിട്ട് ഓരോ വിഷയം ഏറ്റെടുക്കുമ്പോൾ വലിയ സന്തോഷമാവും. അല്ലാഹു ഉസ്താദുമാർക്ക് ഖൈറും ബർക്കത്തും ഞങ്ങളുടെ തഅല്ലുമിലും തഅലീമിലും നല്ല വിജയം അല്ലാഹു ഇട്ട് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ആരെങ്കിലും ഞങ്ങളെ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ഹാജി ബള്ളാരെ മാഷാ അല്ലാഹ് 20 സ്ക്വയർ ഫീറ്റ് 5000 രൂപ അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ആ ഞങ്ങളെ അബ്ദുൾ റഷീദ് ഹാജിക്ക് അല്ലാഹു അയാൾ ആക്കടെ ബിസിനസ് പടച്ച റബ്ബേ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ അപകടങ്ങൾ മുസീബാത്തുകളിൽ നിന്ന് നീ കാക്കണേ റഹ്മാനെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വലിയ സമാധാനവും ഇസ്സത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ ഇവിടെ കിടക്കുന്ന വലിയന്റെ മദദും ഇനായത്തും ലഭിക്കുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെയും ഞങ്ങളെയും നീ പെടുത്തണേ റഹ്മാനെ.
ഇനി ആരെങ്കിലും ഉള്ള മുഅ്മിനീങ്ങളെ നല്ലൊരു അവസരമാണ്. എപ്പോഴും ഈ അവസരം അല്ലാഹു നമുക്ക് തണ്ടില്ല. ആ പള്ളിയായി പോയിട്ടുണ്ട് കണ്ടെങ്കിൽ പിന്നൊരു പള്ളിക്ക് നോക്കിയേക്കുക ആവില്ല. ഞങ്ങളെ റായത്തിലുള്ള ആകെ ഒരു പെണ്ണുങ്ങൾ നിസ്കരിക്കുള്ള സൗകര്യം അവിടെ പള്ളിയാണ്. ആ പള്ളി വഖഫാക്കിട് അത് ഖിയാമത്ത് നാൾ തോല് സുബ്ഹാനല്ലാഹ് അതിന്റെ ഫലം അത് കെട്ട സഹകരിച്ച കൂടി ആൽമാറുകാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറിയ ചെറിയ സംഖ്യങ്ങൾ ചിലപ്പോ ഞങ്ങളെ വലിയ വലിയ ഹന്തത്തേക്കും പോണ്ടും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. മുഅ്മിനീങ്ങൾ ആരെങ്കിലും ഉള്ളാറ 10 സ്ക്വയർ ഫീറ്റ് തണ്ടങ്ങുള്ളാറ മജ്ലിസിൽ ആരെങ്കിലും തണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം. അല്ലാഹു സ്വീകരിക്കട്ടെ. ചിലപ്പോ മാഷാ അല്ലാഹ് യൂസുഫ് മൽജ 10 സ്ക്വയർ ഫീറ്റ് അല്ലാഹു ബർക്കത്താക്കട്ടെ. യൂസുഫ് ഇസ്സ അല്ലാഹു ബർക്കത്താക്കട്ടെ. നല്ല ഇസ്സത്ത് കൊടുക്കട്ടെ. കുടുംബത്തിന് നല്ല സമാധാനം കൊടുക്കട്ടെ. നല്ല ഐശ്വര്യം കൊണ്ട് കുടുംബത്തെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദുനിയവിയായ ദീനിയായ ഉഖ്റവിയായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ആരെങ്കിലും ഉള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. മാഷാ അല്ലാഹ്. ഹംസാക്ക 5 സ്ക്വയർ ഫീറ്റ് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. പടച്ച റബ്ബേ, ആ പള്ളി നിലനിൽക്കുന്ന കാലത്തെല്ലാം ആരൊക്കെ നിസ്കരിക്കുന്നുണ്ടോ, ആരൊക്കെ ദിക്റും സ്വലാത്തും പറയുന്നുണ്ടോ, അതിന്റെ ബറക്കത്ത് പടച്ച റബ്ബേ ആ കുടുംബത്തിന് നൽകണം റഹ്മാനെ. അപകടങ്ങളിൽ നിന്നും മുസീബാത്തുകളിൽ നിന്നും ആ കുടുംബത്തിനെ കാക്കണേ റഹ്മാനെ. വലിയ ഇസ്സത്തുള്ള കുടുംബമാക്കണേ റഹ്മാനെ. മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. സമാധാനമുള്ള ജീവിതം നീ നൽകണേ റഹ്മാനെ. ഇനാരെങ്കിലും ഉള്ളാറാ അൽഹംദുലില്ലാഹ്. വലിയ സന്തോഷത്തോടെ അല്ലാഹു നല്ല ആരോഗ്യം തരട്ടെ, നല്ല ആഫിയത്ത് തരട്ടെ, നല്ല ഹിമ്മത്ത് അല്ലാഹു തരട്ടെ. ഇനി ആരെങ്കിലും മുഅ്മിനീങ്ങളെ ബാക്കിൽ വെച്ചങ്ങ നണ്ട കാണ്ടല്ലേ നിങ്ങൾക്ക് നണ്ട കാണ്ടല്ലേ? ആ മാഷാ. എന്നൊക്കെ നിങ്ങളും കണ്ട് ചൊല്ല ഉണ്ടാ. ഇനി ആരെങ്കിലും അല്ലാഹു സ്വീകരിക്കട്ടെ.